السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. നമ്മൾ സൂറത്തുൽ ബഖറയാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നല്ലേ. ഷെയ്ത്താൻ ഇബ്ലീസിന്റെ ശല്യം നല്ലോണം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആല അടുത്ത് എല്ലാവരും സംരക്ഷണം തേടുക. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീഖ് കൊണ്ട് നമ്മൾ 10 ആയത്ത് വരെ കവർ ചെയ്തു അല്ലേ. അൽഹംദുലില്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരികയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ആദ്യത്തെ 5 ആയത്ത് മുത്തഖീങ്ങളെ കുറിച്ച് അല്ലെ, സൂറത്തുൽ ബഖറയിൽ 5 വരെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 ആയത്തുകൾ മുത്തഖീങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ അതിനുശേഷം 2 ആയത്തുകൾ കാഫിറുകളെ കുറിച്ച്. അതിനുശേഷം വരുന്ന 13 ആയത്തുകൾ അല്ലെ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നതൊക്കെ മുനാഫിക്കുകളെ കുറിച്ചുള്ള ആയത്തുകളാണ്. ശരിക്കും നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ എല്ലാ രീതിയിലും കീഴൊതുങ്ങുന്ന, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ ഏതർത്ഥത്തിലും തയ്യാറായിരിക്കുന്ന മുത്തഖീങ്ങളെ കുറിച്ചിട്ട് വളരെ കുറച്ച് ഒരു 2 അല്ലെങ്കിൽ 4 ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുകയാണ്. അവിശ്വാസികൾ, അത് അവർ മറ്റേ അറ്റമാണ് അല്ലെ, അങ്ങേയറ്റം ഒരു തരത്തിലും വിശ്വസിക്കാത്ത കുഫ്ർ ചെയ്യുന്ന ആളുകളെ കുറിച്ച് വെറും 2 ആയത്തുകൾ. ഇതിന്റെ രണ്ടിനും ഇടയ്ക്കുള്ള മുനാഫിക്കുകളെ കുറിച്ച് 13 ആയത്തുകളാണ് അള്ളാഹു സുബ്ഹാനഹു തആല തുടക്കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താ, ഈ നിഫാഖ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കപട വിശ്വാസം എന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ആളുകൾക്ക് മനസ്സിലാവില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. ഓരോരുത്തരുടെയും ഉള്ളിൽ ചെറിയ തോതിലെങ്കിലും ഒരു നിഫാഖിന്റെ വിത്ത് അല്ലെ, കപട വിശ്വാസത്തിന്റെ ഒരു വിത്ത് ഉണ്ടാവും. അത് പല അളവുകളിൽ ഉണ്ടാവും. പക്ഷെ ആ ആൾക്കാർക്ക് അത് ഓരോരുത്തർക്കും മനസ്സിലാവില്ല. ഓക്കെ, ഞാനൊരു മുനാഫിഖാണ്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലും നിഫാഖിന്റെ ചില ക്വാളിറ്റീസ് ഉണ്ട്, ചില ഗുണങ്ങളുണ്ട് എന്നുള്ളത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് പറഞ്ഞു തരാണ്. എന്ത്, മുനാഫിക്കുകളെ കുറിച്ച് 13 ആയത്തുകൾ. അതിനകത്ത് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ പോലെയാണ്, ഇവരെ പോലെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ. അത് ഒരു സെന്റൻസ് കൊണ്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അടുത്ത സെന്റൻസ് കൊണ്ടെങ്കിലും, അല്ലെങ്കിൽ അടുത്ത ആയത്ത് കൊണ്ടെങ്കിലും അവർക്ക് മനസ്സിലാവട്ടെ, അടുത്ത ആയത്ത് കൊണ്ടെങ്കിലും മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ പഠിക്കുന്നവർ, ഖുർആൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് കാര്യവും പറയുന്ന പോലെ അത് ആരോ അങ്ങനെയാണെന്ന് ചിന്തിക്കാനല്ല, ഇത് എന്നോടാണോ പറയുന്നത്, എനിക്ക് സ്വയം അനലൈസ് ചെയ്യാൻ പറ്റണം അല്ലെ. ഈ പറഞ്ഞ എന്തെങ്കിലും എന്നിലുണ്ടോ, ഇനി അഥവാ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ അത് പറിച്ചു കളയാൻ വേണ്ടി ഞാൻ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ. അപ്പം അതിനുവേണ്ടി എല്ലാവരെയും ആദ്യം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ 3 കാര്യങ്ങളും മനസ്സിലാക്കണം. എന്താണ് മുത്തഖി, എന്താണ് മുത്തഖിക്ക് ഉണ്ടാവുന്ന റിസൾട്ട്, അല്ലെങ്കിൽ അവന്റെ അവസാനം എന്താണ് കുഫ്ർ അല്ലെങ്കിൽ കാഫിർ, ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങിയിരുന്നു അല്ലേ. അപ്പം എന്താണ് അവന്റെ റിസൾട്ട്, അല്ലെ അവന്റെ അവസാനം എന്താണ്, അതേപോലെ എന്താണ് ഒരു മുനാഫിഖ്, അവന്റെ അവസാനം എന്താണ്. ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ ക്വാളിറ്റീസ് എടുത്തെടുത്ത് വെച്ച് പറയാണ്. എന്തിനു വേണ്ടിയിട്ട്, അവൻ അങ്ങനെയാണ് മറ്റവൻ ഇങ്ങനെയാണെന്ന് ചിന്തിക്കാനല്ല, നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട്, എനിക്കിതെന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് ഞാൻ പറിച്ചു കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇപ്പോഴത്തെയും പോലെ തുടങ്ങുമ്പം ഞാൻ ഒരു റിമൈൻഡർ, ഒരു ഓർമ്മപ്പെടുത്തൽ തരാം. ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, നസിഹ പോലെ ഞാൻ പറയണം. അതായത് നമ്മൾ ഇതുപോലെ എന്തൊരു കാര്യം കേൾക്കുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരു ചേഞ്ച് വരുത്തണം അല്ലെ. എനിക്ക് ആ രീതിയിൽ മാറേണ്ടിയിരിക്കുന്നു, ഞാൻ അതിന്റെ ഏഴയലത്ത് പോലും എത്തിയിട്ടില്ല, ഞാൻ ഒന്നുമല്ല, ഒരുപാട് മാറണം എന്നുള്ള ചിന്ത നമ്മളുടെ ഉള്ളിൽ വരുമ്പോൾ വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് അല്ലെ ഭയങ്കര അതൊരു പ്രയാസമായിട്ട് തോന്നും, ടെൻഷനായിട്ട്. എങ്ങനെയാ ഞാൻ അങ്ങനെ മാറാ, ഞാൻ ഒന്നും ആയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരാശ അല്ലെ. അതായത് ഇബ്ലീസിന്റെ ഇൻഗ്രീഡിയന്റ് ആണ് നിരാശ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ആ ഒരു നിരാശ പെട്ടെന്ന് നമ്മളുടെ ഉള്ളിലേക്ക് വരും. അത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല, എന്നാ പിന്നെ അത് വിട്ടേക്കാം. വളരെ നാച്ചുറൽ ആയിട്ടില്ല, ഇത് ഇത്രയൊന്നും എന്നെ കൊണ്ട് ആവാൻ പറ്റൂല, അല്ലെങ്കിൽ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അതൊക്കെ വെറുതെ ചിന്തിക്കണം, അങ്ങനെയൊന്നും നടക്കാൻ പോണില്ല എന്നുള്ള ആ ഒരു നിരാശ എന്ന് പറയുന്ന ഹോപ്പ്ലെസ്നെസ് എന്ന് പറയുന്ന സാധനം ഇബ്ലീസ് വേഗം അങ്ങോട്ട് ഉള്ളിലേക്ക് ഇട്ട് തരും.
അപ്പൊ നമുക്ക് നാച്ചുറലി ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി ഇതൊക്കെ മതി, ഇത്രയൊക്കെ മതി, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് പറ്റുന്ന കുറെ ഏരിയാസ് ഉണ്ട്, അത് തപ്പിപ്പിടിച്ചിട്ട് അത് കണ്ടുപിടിച്ചിട്ട് അത് മാത്രം ഞാൻ ചെയ്യട്ടെ എന്ന് വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ചെക്കപ്പ് ഭയങ്കര നിർബന്ധമാണ്. എന്തെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല. നമ്മൾ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് തന്നെ ചെയ്യണം, എന്നാലേ നമ്മളുടെ ഓരോ രോഗങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ തുടങ്ങുമ്പോൾ അത് ഭയങ്കര പ്രയാസമാക്കി തോന്നിക്കുകയും ഇത് നിന്നെ കൊണ്ട് പറ്റൂല, നീ ചെയ്താലും ഇത് മാറാൻ പോണില്ല എന്ന് തോന്നിക്കലൊക്കെ ആരുടെ പരിപാടിയാണ്? ഇബ്ലീസിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ, ആ ഒരു നിരാശ വരുമ്പോഴേ നമ്മൾ വിചാരിക്കും മതി, എന്നെ കൊണ്ട് ഇത് വേണ്ട, ഞാൻ പോട്ടെ, ഇനി ഈ തഫ്സീർ ക്ലാസ് വേണ്ട, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മാറ്റം വരുത്തുന്ന ക്ലാസ്സുകൾ എനിക്ക് വേണ്ട. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുക, എന്ത്, എനിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഈ ഒരു മുനാഫിക്കിന്റെ ഒരു ലക്ഷണം എൻ്റെ ഉള്ളിലുണ്ട് എന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഹെൽത്ത് ചെക്കപ്പിന് എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെ, എനിക്കിങ്ങനെ ഒരു രോഗമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അൽഹംദുലില്ലാ, അത് വലിയൊരു അനുഗ്രഹം തന്നെ അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വലിയൊരു നിഅമത്ത് തന്നെയാണ്. കാരണം നമ്മളുടെ ചുറ്റുപാടും കോടിക്കണക്കിന് ആളുകൾ, ഒന്നും രണ്ടും മൂന്നും ആയിരം പതിനായിരം ലക്ഷമല്ല, കോടിക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും ഇതുപോലെ ഒരു ഹെൽത്ത് ചെക്കപ്പിന് ചാൻസ് കിട്ടാത്തവരുണ്ട് അല്ലെ, അവരുടെ ഉള്ളിൽ ഒരു രോഗമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ ഓർമ്മിപ്പിക്കുക, അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സുബ്ഹാനല്ലാഹ്, ഈ ഒരു ക്ലിനിക്കിലേക്ക് എന്നെ കൊണ്ടുവന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ്, അല്ലെങ്കിൽ ഞാൻ എത്തില്ലായിരുന്നോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇവിടെ എത്തി ഈ ഒരു ചെക്കപ്പ് ചെയ്തത് കൊണ്ട് എനിക്കൊരു രോഗമുണ്ടെന്ന് മനസ്സിലായി. അൽഹംദുലില്ലാ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളൊരു ക്യാൻസറോ ഒരു അറ്റാക്കോ അല്ല ഹാർട്ടിനൊരു ബ്ലോക്കോ അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ നമ്മൾ അറിയാതിരിക്കുക എന്ന് പറയുന്നത് അല്ലേ, ഒരു തരത്തിൽ നമുക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് മനസ്സിലാവാതിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്തൊരു അൺലക്കി അല്ല, എന്തൊരു ഭാഗ്യമില്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ വരുമ്പോൾ അത് എന്തൊരു ബുദ്ധിമുട്ടാണ് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ അല്ലേ. അഥവാ ഇനി ട്രീറ്റ് ചെയ്താലും അത് ചിലപ്പം മാറാൻ ചാൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മളെ ഒരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് ഒരു ക്ലിനിക്കിലേക്ക് കൊണ്ടുവരാന്നുള്ളതും, എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാന്നുള്ളതും വലിയൊരു ഭാഗ്യം തന്നെ. അൽഹംദുലില്ലാ. നമുക്ക് ഈ കാര്യം അറിയാം, അതായത് ചിലർ സ്ഥിരമായിട്ട് റെഗുലർ ചെക്കപ്പ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവരായിരിക്കും, എല്ലാ പ്രിവെൻഷൻ മെഷേഴ്സും എടുക്കുന്നവരാകും. അവർ എക്സസൈസ് ചെയ്യും, ഫുഡ് കൺട്രോൾ ചെയ്യും, ഓരോ കാര്യങ്ങളും മോണിറ്റർ ചെയ്താൽ എനിക്ക് ആ കുഴപ്പമുണ്ടോ എന്നാൽ വേഗം അതിനെ കൺട്രോൾ ചെയ്യട്ടെ അല്ലെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളും അവരുടെ ഉള്ളിലുള്ള രോഗം കാണാതെ അല്ലെ പെട്ടെന്ന് ഒരു ദിവസം കുഴഞ്ഞു വീണ് മരിക്കുന്ന കഥകൾ നമ്മൾ ഇഷ്ടം പോലെ കേൾക്കുന്നുണ്ട്. കാരണം അവര് ആരോഗ്യം നോക്കാത്തവരല്ല, ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാത്തവരല്ല, എന്നിട്ട് പോലും അവരുടെ ഉള്ളിലെ രോഗം കണ്ടുപിടിക്കാൻ പറ്റാതെ കുഴഞ്ഞു വീണ് മരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ഹെൽത്ത് ചെക്കപ്പിന് കൊണ്ടുവരികയും ചെയ്യാണ്, നമ്മളുടെ ഹൃദയങ്ങളിലെ രോഗങ്ങൾ ഏതൊക്കെയാണ് ഉള്ളത് നമുക്ക് കാണിച്ചു തരികയും ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല നമുക്കറിയാം, ഈവൻ ഒരു ദീനിന്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുകയും അല്ലെ പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരും അവരുടെ രോഗങ്ങൾ ഐഡന്റിഫൈ ചെയ്യാത്തവർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലെ. അവർക്കൊക്കെ എനിക്കൊരു രോഗമുണ്ട്, എനിക്ക് എന്തെങ്കിലും തിരുത്താനുണ്ടെന്ന് മനസ്സിലാകാത്തവർ ഇഷ്ടം പോലെ നമ്മളുടെ ചുറ്റും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്കൊരു രോഗമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു നിഅമത്തല്ലേ. എന്നിട്ട് അത് ചികിത്സിച്ച് മാറ്റണം എന്ന് നമുക്ക് ചിന്ത വരുന്നത് വലിയൊരു നിഅമത്തല്ലേ. അൽഹംദുലില്ലാ. അപ്പം ഇത് ഇവിടെ ഇട്ടേച്ച് ഓടി പോവാന്ന് ചിന്തിക്കുന്നവർ ആദ്യത്തെ 2 സ്റ്റേജ് അൽഹംദുലില്ലാ അല്ലാഹു സുബ്ഹാനഹു തആലേന്റെ നിഅമത്ത് കൊണ്ട്, അല്ലാഹു തെരഞ്ഞെടുത്തത് കൊണ്ട് നമ്മൾ ഇവിടെ എത്തി, ഈ ക്ലിനിക്കിൽ എത്തി, നമ്മൾ ചെക്കപ്പ് നടത്തി, നമുക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കി, അതിന്റെ കൂടെ ഈ രോഗം മാറ്റണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത് അൽഹംദുലില്ലാ ഭയങ്കര ഭാഗ്യമാണ്. ഇനി ഒരു രോഗമുണ്ടെന്ന് വെക്കുക, ഒരു രോഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ പിന്നെ നമ്മളുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, അടുത്ത സ്ട്രഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഏത് ട്രീറ്റ്മെന്റാ എടുക്കാന്നല്ലേ. എന്തെങ്കിലും ഒരു ഇതുപോലത്തെ കൂടിയ രോഗങ്ങളൊക്കെ ആവുമ്പോൾ നമ്മളുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ്. പലരും പലതും വന്ന് പറയില്ലേ, അത് ചെയ്തു ഇത് ചെയ്തു അല്ലെ, അലോപ്പതി ചെയ്തു, അല്ലെ വേണ്ട അലോപ്പതി ചെയ്യേണ്ട കുറെ മരുന്ന് കഴിച്ച് അങ്ങനെ ആയി പോകുന്ന ഹോമിയോ എടുത്തോ, അല്ലെങ്കിൽ ഹോമിയോ വേണ്ട ആയുർവേദം എടുത്തോ, ഇനി അതൊന്നും അല്ലെങ്കിൽ കുറെ പാരൽ ട്രാക്കുകളുണ്ട് അല്ലെ, അക്യുപങ്ചർ, അത് ഇത്, എന്നിട്ട് പലരും പറയും ഇതിനാ റിസൾട്ട് ഉള്ളത്, അത് ചെയ്യേണ്ട കേട്ടോ, അത് ചെയ്തിട്ട് മറ്റവർക്ക് ഇന്നത് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്തോന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ആണ്. നമുക്ക് ആകെ കൂടെ ഇത് എന്താ ചെയ്യാന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ചെന്ന് പെടാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ രോഗവും കാണിച്ചു തന്നിട്ട് രോഗത്തിനുള്ള ചികിത്സയും അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ കാണിച്ചു തരാണ്. അതും ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. കാരണം ഈ ബുക്കിനകത്ത് നിങ്ങൾക്കുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും ഉണ്ട്. ലാ റൈബ ഫീ, അതിനകത്ത് ഒരു സംശയത്തിന്റെയും ആവശ്യം ഇല്ല നിങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്.
അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ മുഴുവനും കറക്റ്റ് ആണ്. അപ്പം ഇന്ന ട്രീറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് അതിനകത്തൊരു സംശയത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ പല സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലേണ്ട കാര്യമില്ല. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ തപ്പി പോകേണ്ട കാര്യമില്ല. നിങ്ങൾ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ട് ഒപ്പീനിയൻസ് എടുക്കേണ്ട കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഏത് ട്രീറ്റ്മെന്റ് എടുക്കണം എന്നുള്ള കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ സംശയമില്ല. ഇനി ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് എന്താന്ന് മനസ്സിലായി, നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ, അതാ ചെയ്യുന്നുള്ളൂ. ഇനി എങ്ങനെ ആ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ അവിടെയും ഒരു എളുപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. എന്ത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ് ഫസ്റ്റ് പാർട്ട് ചെയ്യുക അല്ലെ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. സഹായം ആരാണ്? എൻ്റെ അടുത്തുനിന്ന് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പാർട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ അടുത്തു നിന്നാണ് സഹായം വരേണ്ടത്. നമുക്ക് ശ്രമിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ശ്രമിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രമിക്കല് മാത്രം ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യണം? ശ്രമിക്കണം. ആത്മാർത്ഥമായിട്ടുള്ള, സിൻസിയർ ആയിട്ടുള്ള, ഇഖ്ലാസോട് കൂടിയുള്ള ഹൃദയത്തോടു കൂടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. റിസൾട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലാണ്. രോഗം ചികിത്സിച്ച് മാറ്റുന്നത് റബ്ബാണ്. ചികിത്സ എന്താണെന്ന് റബ്ബ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം. സുബ്ഹാനല്ലാഹ്. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ആ ഒരു സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ആലോചിച്ച് നോക്കുക. അതായത് ഈ ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് വെച്ച് നിർത്തി പോവാതിരിക്കാൻ അല്ലെ. നമ്മൾ സാധാരണ ഇതുപോലെ വലിയ കോംപ്ലിക്കേറ്റഡ് രോഗങ്ങളൊക്കെ വരുമ്പോൾ ഓക്കെ, ട്രീറ്റ്മെന്റ് ഒക്കെ മനസ്സിലായി, നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുകയും ചെയ്തു, പക്ഷെ ഇടയ്ക്ക് വെച്ച് പൈസ തീർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അല്ലെ. പിന്നെ നമുക്ക് പലരുടെയും സഹായം വേണ്ടി, നമ്മൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഡെയിലി നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ എത്തുന്നുണ്ട് അല്ലെ. നമുക്ക് എന്താണ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞ പോലെ ഡെയിലി നമ്മുടെ മുമ്പിൽ എത്തുന്നുണ്ട് ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് രോഗങ്ങളുള്ളവരുടെ കേസും, ആ രോഗം അറിയാതെ മരിച്ചു പോകുന്നവരുടെ കേസുകളും അല്ലെ. ഇനി അറിഞ്ഞ് ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ പകുതി വെച്ച് പൈസ തീർന്നു പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാരണവശാൽ ആ ട്രീറ്റ്മെന്റ് മുടങ്ങി പോകുന്ന സിറ്റുവേഷൻ ഒക്കെ നമ്മളുടെ അടുത്ത് എത്തുന്നുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ ആ ഒരു കാര്യത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം തന്നിട്ടുണ്ട്. കാരണം അല്ലാഹു നമ്മളെ വേറൊരു കാര്യം കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം അല്ലെ. നമുക്കറിയാം സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് അതൊരു നേരായ പാതയാണ്. എങ്ങനെയുള്ള പാത? അതായത് നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് വരെ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നിങ്ങളെ വഴി നടത്തുന്ന പാതയാണ്. അല്ലാണ്ട് വെറുതെ ഇന്നതാണ് വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോന്ന് പറയല്ല. നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നയിക്കുന്ന ആ ഒരു പാതയാണ്. അതിലേക്ക് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ് അല്ലെ. അതും വെറുതെ നിങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ് വിട്ടിട്ടില്ല. അല്ലാതെ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു ദിവസം മിനിമം നമ്മൾ 17 പ്രാവശ്യമെങ്കിലും അത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ. അപ്പം ആ ഒരു ട്രീറ്റ്മെന്റ് ഇടയ്ക്ക് മുടങ്ങി പോവാതിരിക്കാനുള്ള കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആകെ എന്താ ചെയ്യാനുള്ളത്? അല്ലാഹു തന്നിട്ടുള്ള ആ മരുന്നുകളൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് കറക്റ്റ് സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ള എല്ലാ കൽപ്പനകളും നമ്മളെ കഴിവിന്റെ പരമാവധി ആത്മാർത്ഥമായിട്ട് അനുസരിച്ചുകൊണ്ടിരിക്കുക, ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു യെസ് പറഞ്ഞത് എടുത്തിട്ടും നോ പറഞ്ഞതിൽ നിന്ന് മാറി നിന്നിട്ടും ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹെൽത്ത് ചെക്കപ്പിന് അല്ലേ, നമ്മളെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി നമുക്ക് രോഗമുണ്ടെന്ന് മനസ്സിലാക്കി തന്നു. കാരണം ക്ലിനിക്കിലേക്ക് എത്താത്തവർ ഇഷ്ടം പോലെ ഉണ്ട്. ഇനി എത്തിയിട്ടും രോഗം മനസ്സിലാവാത്തവർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. രോഗം മനസ്സിലാക്കി തന്നു. നമുക്ക് അങ്ങനെ ഒരു രോഗമുണ്ടെന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. എന്നിട്ട് ആ രോഗം മാറ്റണം എന്ന ആഗ്രഹമുള്ള ഒരു ഹൃദയത്തിന് നമുക്ക് തന്നു അല്ലേ. കാരണം രോഗമുണ്ടെന്ന് മനസ്സിലായാലും ഇതൊന്നും നടക്കാൻ പോണില്ല എന്ന് പറഞ്ഞ് നിർത്തി പോകുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. എന്നാൽ എനിക്ക് ഇത് മാറ്റണം എന്നുള്ള ഒരു ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നു. നമുക്ക് വേണ്ട ട്രീറ്റ്മെന്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താന്ന് കാണിച്ചു തരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് ഖുർആനിലൂടെ അല്ലെ. കാരണം ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഐഹികമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശരീരത്തിന്റെ രോഗമാണെങ്കിൽ ഇഷ്ടംപോലെ ട്രീറ്റ്മെന്റുകൾ നമ്മളുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്ന സിറ്റുവേഷൻ. ഇവിടെ അതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇനി നിങ്ങൾ മരുന്ന് കഴിച്ചാലും നിങ്ങളുടെ ചികിത്സ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കേണ്ടത് ഞാൻ മാത്രമാണ്. അത് നിങ്ങൾ എന്നോട് ചോദിച്ചോ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. കാരണം ആ സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നത് നിങ്ങളെ ലക്ഷ്യത്തിൽ വരെ എത്തിക്കുന്ന വഴിയാണ്. അത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഫൈനലി ആ ഒരു ക്യൂർ, ആ ഒരു മാറ്റം, രോഗത്തിന് ആ ഒരു ശമനം തരുന്നത് ഞാനാണ്, എൻ്റെ സഹായമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് വളരെ മിനിമം കാര്യങ്ങളെ ഇവിടെ ചെയ്യാനുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? ഒന്ന് അറിയുക അല്ലെ. നമ്മുടെ രോഗങ്ങൾ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക.
തന്നെയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് തന്നിട്ടുള്ള ആ ഒരു ചികിത്സ, ആ ഒരു ട്രീറ്റ്മെന്റ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മളുടെ ജീവിതത്തിലുടനീളം ആത്മാർത്ഥമായിട്ട്. പക്ഷെ ശരിക്കും നമുക്ക് വളരെ കുറച്ച് റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? സുബ്ഹാനല്ലാഹ്. ബാക്കിയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുകയാണ്. ശരിക്കും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ, അല്ലേ? നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമുണ്ടോ? ഈ കാര്യമൊക്കെ കേൾക്കുമ്പോൾ പടച്ചോനെ ഇത്രയൊക്കെ മാറാനോ, എന്നെ കൊണ്ട് പറ്റൂല, അല്ലേ? ഞാൻ ഇതിന്ന് ഓടി രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തേക്കേ വന്ന് നോക്കണ്ട, അല്ലെ? അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് ശരിക്കും ശുദ്ധ വിഡ്ഢിത്താ. നമുക്ക് വളരെ കുറച്ച് അള്ളാഹ് തന്നിട്ടുള്ളൂ. നമ്മൾ അറിയാൻ ശ്രമിക്കുക, അപ്പം അള്ളാഹു അറിയിച്ചു തരും. നമ്മൾ മാറാൻ ശ്രമിക്കുക, അള്ളാഹു മാറ്റി തരും. എന്ത് ചെറിയ കുട്ടികളെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കരുതിയിട്ടുള്ളത്, അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ, ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും, അല്ലേ? സ്പൂൺ കൊണ്ട് കോരി കൊടുക്കും. അവരൊന്ന് ഇരുന്ന് തന്നാ മതി, അവരൊന്ന് ചവച്ച് തന്നാ മതി. അത്രേ അള്ളാഹു നമ്മളോട് പറയുന്നുള്ളൂ. അപ്പം ഇബ്ലീസ് എന്ത് ചെയ്യും? ഇബ്ലീസിൻ്റെതായ ഇൻഗ്രീഡിയന്റ് ഇടും. എന്ത്? ഹോപ്പ്ലെസ്നെസ്, അബ്ലസ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, അബ്ലസ എന്ന് പറഞ്ഞാല് നിരാശയാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഓടിപ്പോയിക്കോന്ന് ഇബ്ലീസ് പറയും. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു രോഗമുണ്ടെന്ന്, അല്ലെ? ക്യാൻസറോ അല്ലെങ്കിൽ ഹാർട്ടിന് അങ്ങേയറ്റത്തെ ബ്ലോക്ക്, അല്ലെ? ഒരു 95% ബ്ലോക്ക് എത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നമ്മൾ അറിയാണ്. ഉണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും, നമ്മളുടെ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ അതുമാതിരി മാരകമായിട്ടുള്ള രോഗങ്ങളെ തൊട്ട്. പക്ഷെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര സീരിയസ് ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, എൻ്റെ ബിസിനസ് വിട്ടിട്ട് എനിക്ക് ഒരു പരിപാടിയും ഇല്ല, ഞാൻ ബിസിനസ് ചെയ്യട്ടെ, എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇമ്പോർട്ടേഴ്സ് വരുന്നുണ്ട്, എനിക്ക് സ്റ്റോക്ക് എടുക്കാനുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കളെ നോക്കാനുണ്ട്, എൻ്റെ മക്കളെ സ്കൂളുണ്ട് എന്ന് പറഞ്ഞിരിക്കോ? അതോ ഞാനിത് ഏത് നിമിഷവും തട്ടിപ്പോകാനുള്ളതാണല്ലേ ട്രീറ്റ്മെന്റ് എടുക്കുമോ? നമ്മൾ പിന്നെ നമുക്ക് ഒരു ബിസിനസ്സും ഒരു മക്കളും ഒന്നും നമുക്ക് പോകൂല, അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ട്രീറ്റ്മെന്റിന്റെ പിന്നാലെ പോവും. നമ്മൾ ഇതൊക്കെ ചെയ്യുമായിരിക്കും, ചിലപ്പോൾ ബിസിനസ് ചെയ്യുമായിരിക്കും, മക്കളെ നോക്കുമായിരിക്കും, അതൊക്കെ സൈഡ് ബൈ സൈഡ് കൊണ്ടുപോകുള്ളൂ, അല്ലേ? നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് എത്രത്തോളം ക്രിട്ടിക്കൽ ആണെന്നുള്ളതിനനുസരിച്ച്, ചിലപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാൻ പറ്റൂല, നമ്മൾ ആ ട്രീറ്റ്മെന്റ് മാത്രമേ നോക്കുള്ളൂ. എത്രത്തോളം കഠിനമാണ് നമ്മളെ സിറ്റുവേഷൻ എന്നുള്ളതിനനുസരിച്ച്, അല്ലേ? അപ്പം അങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അല്ലേ? പിന്നെ അതായിരിക്കും നമുക്ക് രാവും പകൽ ഈ രോഗത്തിൽ നിന്ന് എങ്ങനെ എനിക്ക് ചികിത്സിച്ച് രക്ഷപ്പെടാം. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാൻ ഒരു ചെക്കപ്പിൽ എത്തിയിട്ടുണ്ടോ? എനിക്കൊരു രോഗമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ടോ? അതെനിക്ക് മാറ്റണോ? അതിന് ഞാൻ ഇമ്പോർട്ടന്റ് ആക്കി എടുക്കണോ? അതല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കണോ? അല്ലെങ്കിൽ ഇത് രോഗമേ മനസ്സിലാവാത്ത പോലെ ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടണോ? ഇനി അതല്ല, ഇത് വലിയ പ്രശ്നമുള്ള രോഗമൊന്നുമല്ല ഇപ്പൊ എനിക്ക് കണ്ടുപിടിച്ചത്, അതൊക്കെ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിക്കട്ടെ, ഞാൻ എൻ്റെ ബാക്കിയുള്ള ബിസിനസ്സുകളിൽ മുഴുകട്ടെ എന്ന് ചിന്തിക്കണോ? അപ്പം എത്രത്തോളം സീരിയസ് ആക്കി ഇതിനെ എടുക്കണമെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതേപോലെ ഇതിനെ ഭയങ്കര പ്രശ്നമാക്കി എടുത്തിട്ട് എന്നെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിച്ച് ഓടി ഒളിക്കുമ്പോഴും നമ്മളിപ്പോ പറഞ്ഞ പോയിന്റ്സ് ഓർത്ത് വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ കുട്ടികളോട് പറയുന്ന കാര്യങ്ങളെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ രോഗം, അതിനുള്ള ചികിത്സ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നിങ്ങൾ അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കും. ബാക്കി എല്ലാ സൈഡും ഞാൻ നോക്കിക്കോളാം. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ തന്നെ ചിന്തിക്കുക എത്രത്തോളം നമുക്കിത് ആവശ്യമുണ്ട്, എത്രത്തോളം നമ്മൾ ഇതിനെ എടുക്കണം എന്നുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മളിലുള്ള എല്ലാ രോഗങ്ങളും ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള ചികിത്സകൾ മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. എന്നിട്ട് അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി ആ രോഗങ്ങളെല്ലാം നമുക്ക് ചികിത്സിച്ച് മാറ്റാനും പറ്റട്ടെ. ആമീൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആയത്ത് എന്ന് പറയുന്നത് സൂറത്ത് ബഖറയിലെ 11-ാമത്തെ ആയത്തിൽ നമുക്ക് തുടങ്ങാം. വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അവരെന്ത് പറയും? ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. നമുക്ക് വാക്കർത്ഥം നോക്കാം. ഇദ ഖീല, പറയപ്പെട്ടാൽ. ഖീല എന്ന് പറയുന്ന വാക്കിന്റെ റൂട്ടാണ് ഖാഫ് വാവ് ലാമ, അല്ലെ? ഇദ എന്ന് പറഞ്ഞാല് ആൻഡ് വെൻ. എന്ന് പറയുന്നത് അല്ലെ? അതായത് ഇതിന് മുമ്പുള്ള ആയത്തിനെ ചേർത്തിട്ട് ആൻഡ് എന്ന് പറയാണ് അവിടെ ഇദ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോൾ, അപ്പോൾ. വെൻ എന്ന് പറയുന്ന അർത്ഥം ഇംഗ്ലീഷിൽ. അതായത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം വന്നെത്തിയപ്പോൾ, അങ്ങനെ സംഭവിച്ചപ്പോൾ എന്നുള്ള പോലെയാണ് ഇദ എന്നുള്ള വാക്ക്.
ഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടാൽ, ഖാല പറയുക, ഖീല എന്ന് പറഞ്ഞാൽ അവരോട് പറയപ്പെടുക. അതായത് ഖാല എന്ന് പറഞ്ഞാൽ ഞാൻ പറയാ, ഖീല എന്ന് പറഞ്ഞാൽ എന്നോട് പറയപ്പെടുക. ഓക്കെ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതാ ഖീല എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടാൽ, ലഹും അവരോട്, ലാ തുഫ്സിദു, ലാ എന്ന് പറഞ്ഞാല് അരുത്, നോ അല്ലെ. തുഫ്സിദു എന്ന് പറഞ്ഞാല് നിങ്ങൾ കുഴപ്പം ഉണ്ടാക്കാതിരിക്കരുത്, കുഴപ്പം ഉണ്ടാക്കാതിരിക്കുക, കുഴപ്പം സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു താ ഉണ്ട് അല്ലെ, തുഫ്സിദു, അതാണ് നീ, നിങ്ങൾ എന്നുള്ള അർത്ഥം വരുന്നത്. അതായത് അവസാനം വാവും കാണുന്നുണ്ട് അല്ലെ, അവസാനം വാവ് വരുമ്പോൾ അത് പ്ലൂറൽ ആവുകയാണ്. അപ്പം ആദ്യത്തിൽ തായും അവസാനത്തിൽ വാവും വരുമ്പോൾ എന്താണ്, നിങ്ങൾ എന്ന് ആവുകയാണ്. തുഫ്സിദുവിന്റെ റൂട്ട് ഫ സീൻ ദാൽ, ഫസാദ് അല്ലെ, ഫസാദ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ തഫ്സീറിൽ നോക്കാം. അപ്പൊ നിങ്ങൾ ഭൂമിയിൽ ഫസാദ് പരത്താതിരിക്കൂ. ഫിൽ അർദി, ഫി ഇൽ അർദ് ഭൂമി അല്ലെ, ഫിൽ അർദി ഭൂമിയിൽ നിങ്ങൾ കുഴപ്പം പരത്താതിരിക്കൂ എന്ന് അവരോട് പറയുമ്പോൾ, കാലു അവർ പറയും. എന്താണ് ഇവിടെ, ഇവിടെയും കാഫ് വാവ് ലാമാണ്. കാലു അവസാനം വാവ് വന്നതുകൊണ്ടാണ് അത് എന്തായത്, അവർ പറയുന്നതായത്. ഓക്കെ, നമ്മൾ പറയുന്നു കഫറു അവർ അവിശ്വസിച്ചു, ആമനു അവർ വിശ്വസിച്ചു. അവസാനം വാവ് വന്നതുകൊണ്ട് കാലു എന്ന് അവർ പറഞ്ഞു അല്ലെ. കാല എന്ന് പറയുകയാണെങ്കിൽ അവൻ പറഞ്ഞു എന്നാവുമായിരുന്നു. ഇന്നമ, ഇന്നമ എന്ന് പറഞ്ഞാല് നിശ്ചയമായും, പക്ഷേ അതായത് നമ്മൾ ഇന്ന പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും എന്നാണ്. ഇവിടെ ഇന്നാന്റെ കൂടെ ഒരു മായും കൂടെ ഉണ്ട്. പക്ഷെ ഈ മാനെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള മാകൾ പോലെ, നമ്മൾ മാ എന്നുള്ള വാക്കിന് എന്ത് എന്ന് അർത്ഥം പഠിച്ചിട്ടുണ്ട്, അല്ല എന്ന അർത്ഥം പഠിച്ചിട്ടുണ്ട് അല്ലെ, നോ എന്ന അർത്ഥം പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടി അത് ഇന്നതാണ് എന്ന് പറയുന്ന പോലെ ദാറ്റ് എന്ന അർത്ഥം പഠിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല, ഇവിടുത്തെ മാ, ഇന്നയുടെ കൂടെ മാ ചേർന്ന് കഴിഞ്ഞാല് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, ഇനി പറയാൻ പോകുന്ന കാര്യം അത് തന്നെയാണ് സത്യം, അത് മാത്രമാണ് സത്യം. അത് നിശ്ചയമായും ഇനി പറയാൻ പോകുന്നത് എന്തോ അത് തന്നെയാണ് സത്യം. അതായത് ആ ഒരു അർത്ഥത്തിന് ഇത് മാത്രമേ സത്യമുള്ളൂ എന്ന് ലിമിറ്റ് ചെയ്യുന്നത് പോലെ ഉപയോഗിക്കുന്ന ഒരു ആണ് ഇവിടെ. ഓക്കെ, അങ്ങനത്തെ വലിയ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ആരും ചിന്തിച്ച് ബേജാറാവണ്ട. ഇത് ഇവിടെ ഇന്നതാണ് ഉദ്ദേശിക്കുന്നത് മാത്രം മനസ്സിലാക്കി വെക്കുക. ഇന്നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാൻ പോകുന്നത് തന്നെയാണ് സത്യം, അല്ലെങ്കിൽ അത് മാത്രമാണ് സത്യം എന്ന് ആ ഒരു ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബി മെനീൻ പറഞ്ഞിരുന്നു അല്ലെ, അവിടെ ബീക്കുള്ള അർത്ഥം ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗ രീതിയാണ് അറബിയിലുള്ളത് ഇത്. ഓക്കെ, ഇന്നമ എന്താണ് ഈ പറഞ്ഞ സത്യം, ഇത് മാത്രമാണ് സത്യം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്, നെഹ്നു ഞങ്ങൾ അല്ലെ. നെഹ്നു എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നെഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്. ഇനി ഖുറാനിലെ കുറേ സ്ഥലങ്ങളിൽ വരും. അന ഞാൻ, നെഹ്നു ഞങ്ങൾ. മുസ്ലിഹൂൻ എന്ത്, ഞങ്ങളെ മാത്രമാണ് ആര്, നന്മയുണ്ടാക്കുന്നവർ അല്ലെ, നന്മ അതായത് എല്ലാം ശരിയാക്കുന്നത്. മുസ്ലിഹൂന്റെ റൂട്ടാണ് സ്വാദ് ലാമ ഹ. മുഅ്മിനൂൻ നമുക്കറിയാം അല്ലെ, വിശ്വാസികൾ. മുഅ്മിനൂൻ, മുഅ്മിന്റെ പ്ലൂരലാണ് മുഅ്മിനൂൻ അല്ലെങ്കിൽ മുഅ്മിനീൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിഹൂൻ, ഇവിടെ അവസാനം മുസ്ലിഹ് വാവ് നൂനാണുള്ളത്, മുഅ്മിനീന് യാ നൂനാണുള്ളത് അല്ലെ. അപ്പം അവസാനം വാവ് നൂൻ അല്ലെങ്കിൽ യാ നൂൻ വരുമ്പം അത് പ്ലൂറൽ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ മുസ്ലിഹിന്റെ പ്ലൂറലാണ് മുസ്ലിഹൂൻ, മുഅ്മിന്റെ ബഹുവചനമാണ് മുഅ്മിനൂൻ അല്ലെങ്കിൽ മുഅ്മിനീൻ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കുറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, മുഅ്മിൻ, മുസ്ലിം, മുസ്ലിഹ്, മുഫ്സിദ്. ഇതെല്ലാം എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പം ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ ഇന്ന കാര്യം ചെയ്യുന്ന ആൾ. മുസ്ലിം എന്ന് പറയുന്നത് അള്ളാഹുവിന് കീഴൊതുങ്ങുന്ന ആൾ. മുസ്ലിഹ് എന്ന് പറയുന്നത് നന്മ ചെയ്യുന്ന ആൾ, സ്വാലിഹ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, മുഅ്മിൻ എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആൾ. അപ്പം ഇസ്ലാഹ് ചെയ്യുന്ന ആളാണ് ആര്, മുസ്ലിഹ്. മുസ്ലിഹൂൻ എന്ന് പറയുമ്പോൾ അവർ, ഇസ്ലാഹ് ചെയ്യുന്ന ആളുകൾ. ഓക്കെ, എല്ലാ കാര്യങ്ങളിലെല്ലാം നന്മ കൊണ്ടുവരുന്ന ആൾക്കാർ എന്ന അർത്ഥമാണ് മുസ്ലിഹൂന് ഉള്ളത്. നമുക്കിതിന്റെ തഫ്സീർ നോക്കാം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ. ആരോട്, ആരോടാ പറയുന്നത് ഇവിടെ, മുനാഫിക്കുകളുടെ അടുത്ത് അല്ലെ. മുനാഫിക്കുകളെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുന്നത്, ലാ തുഫ്സിദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കല്ലേ എന്ന് അവരോട് പറയുമ്പം അവരെന്താ പറയാ, ഖാലു അവർ പറയുന്നതാണ്, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, നിശ്ചയമായും ഞങ്ങൾ സൽപ്രവർത്തനങ്ങൾ മാത്രമാണല്ലോ ചെയ്യുന്നത്. അത് നമ്മൾ ഈ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നന്നാക്കുന്നത് മാത്രമാണല്ലോ ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറയും.
ഇവിടെ ലാ തുഫ്സിദു എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞു ഫ സീൻ ദാൽ ഫസാദ് എന്ന വാക്കിൽ നിന്നാണ് എന്ത് തുഫ്സിദു എന്ന് വരുന്നത് അല്ലെ. നിങ്ങൾ ഫസാദ് ഉണ്ടാക്കല്ലേ, നിങ്ങൾ കുഴപ്പം ഉണ്ടാക്കല്ലേ എന്ന് അവരോട് പറയുമ്പോൾ, അപ്പൊ ഫസാദ് എന്നുള്ള വാക്ക് എന്റെ അർത്ഥം എന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു കാര്യം മോശപ്പെട്ടു പോവുക, അല്ലെങ്കിൽ നശിച്ചു പോവുക, ചീഞ്ഞു പോവുക എന്നൊക്കെ പറയും. ഓക്കെ, അങ്ങനെയുള്ള അതിന്റെ അങ്ങനെ അർത്ഥം വരുന്ന വാക്കാണ് ഫസാദ്. അപ്പൊ നമ്മളൊരു ഭക്ഷണം, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കിയ ഭക്ഷണം അങ്ങനെ വെക്കുകയാണ്, നമ്മൾ ഫ്രിഡ്ജിലൊന്നും എടുത്ത് വെക്കാണ്ട് കുറേ നേരം അല്ലെങ്കിൽ കുറേ 1-2 ദിവസം അത് ഇരിക്കുമ്പോൾ അല്ലേ അത് മോശപ്പെട്ടു പോകും, അതിന്റെ സ്മെല്ല് മോശമാവും, ടേസ്റ്റ് മോശമാവും, അതിൽ ഫംഗസ് വരും അല്ലേ. അങ്ങനെ അത് മോശമായി മാറുന്നതിന് അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്നതിനെയാണ് ഫസാദ് എന്ന് പറയുന്നത്. അത് നശിച്ചു പോവാം. ഓക്കെ, അപ്പൊ മുനാഫിക്കുകള് മുനാഫിക്കളുടെ അടുത്ത് എന്താ പറയുന്നത്? ലാ തുഫ്സിദു ഫിൽ അർദ്. അപ്പൊ ഇവിടെ ഫസാദ് അല്ലെങ്കിൽ ഭൂമിയിൽ നിങ്ങൾ എന്ത് ഫസാദ് ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഫസാദ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഭൂമിയിൽ എന്താണ് ചീയൽ ഉണ്ടാക്കുക, മാലിന്യം ഉണ്ടാക്കുക, അഴിമതി ഉണ്ടാക്കുക, ഡിസോർഡർ അതായത് നിയമലംഘനം ഉണ്ടാക്കുക, അലങ്കോലമാക്കുക, അങ്ങനെയൊക്കെയുള്ള അർത്ഥമാണ് ലാ തുഫ്സിദു ഫിൽ അർദ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ആളുകൾക്ക് അത് ഫസാദ് ചെയ്യാൻ പറ്റുന്നത്? ഫസാദ് ചെയ്യുന്നത് മഅസിയത്ത് വഴിയാണ്. മഅസിയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ അത് ആ വാക്ക് കാണാം. മഅസിയത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അനുസരണക്കേട് കാണിക്കുന്നതിനാണ് എന്താ മഅസിയത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരാളും ഏതെങ്കിലും രീതിയിൽ മഅസിയത്ത് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? അത് ഫസാദാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അനുസരണക്കേട്, അള്ളാഹു സുബ്ഹാനഹു തആലയോട് അനുസരണക്കേട് കാണിക്കുക എന്ന് പറയുന്നത് അയാള് എന്താണ്? ഫസാദ് ചെയ്യാണ്. ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഏത് രീതിയിലുള്ള തിന്മകളാണെങ്കിലും, എന്തൊരു തിന്മ അയാൾ അറിഞ്ഞുകൊണ്ട്, അതായത് ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നോ പറഞ്ഞ കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ യെസ് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുകയാണെങ്കിലും അല്ലെ, അതായത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ ചെയ്യും, അതാണ് തിന്മ ആവുന്നത് അല്ലെ. അങ്ങനെ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് എന്തിലേക്കാണ് നയിക്കുക? ഭൂമിയിൽ കുഴപ്പത്തിലേക്കാണ് നയിക്കുക. എന്നാൽ ഏതൊരു നന്മ ചെയ്താലും ഭൂമിയിൽ അത് എന്താണ്? ഓർഡർ എല്ലാം സെറ്റ് ആവുന്ന കാര്യങ്ങളിലേക്കാണ് നയിക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ കളവ് പറയാം. കളവ് എന്ന് പറയുന്നത് ഒരു തിന്മയാണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിച്ച ഒരു കാര്യമാണ്. അത് എന്തിലേക്കാണ് നയിക്കുക? ഉറപ്പായിട്ടും അതൊരു എന്താണ്? കറപ്ഷനിലേക്ക് അല്ലെ, അല്ലെങ്കിൽ കുഴപ്പത്തിലേക്കേ നയിക്കുള്ളൂ, ഡിസോർഡറിലേക്കേ നയിക്കുള്ളൂ. അപ്പൊ നമ്മൾ നമ്മളെ മക്കളോട് കളവ് പറയാന്ന് വെച്ചോ, അപ്പം നമ്മളെ മക്കളോട് അത് നമ്മൾ സ്ഥിരമായിട്ട് ഈ കളവ് തന്നെ എന്തെങ്കിലും അല്ലേ, നമ്മൾ ചിലപ്പോൾ അവരെ പേടിപ്പിക്കാനായിരിക്കും, അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യം ചെയ്യിക്കാനായിരിക്കും ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയാം. നമ്മൾ പറയുന്ന കളവാന്ന് അവർക്ക് അറിയുകയും ചെയ്യാം. അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവരെ എന്താ പഠിപ്പിക്കുന്നത് അതിലൂടെ? ഇത് കുഴപ്പമില്ല, ഇത് പറയാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. അപ്പം നമ്മൾ അവരെ നമ്മൾ അവരോട് കളവ് പറയുന്നത് അവരെ എന്തിലേക്കാ നയിക്കുക? ഇത് 1, 2, 3 ഒക്കെ പ്രാവശ്യം ഇത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അവര് സ്ഥിരമായിട്ട് അതൊരു അവരുടെ ഒരു ആയുധമാക്കിയിട്ട് എടുക്കും അല്ലെ. അതുപോലെ അവരോട് നമ്മൾ ചില വാഗ്ദാനങ്ങൾ കൊടുത്തു, ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അവരും വിചാരിക്കാം പ്രോമിസ് ഒന്നും ബ്രേക്ക് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമല്ല. അപ്പം അവര് അങ്ങനെ ആയിട്ട് മാറും. അവരത് അങ്ങനെ ആയിട്ട് മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് കുഴപ്പങ്ങളിലേക്ക് പോകും. നമ്മൾ വിചാരിക്കും 1 പ്രാവശ്യമല്ലേ 2 പ്രാവശ്യമല്ലേ അല്ലെ. അങ്ങനെ അവര് എന്താണ് അവര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ മുനാഫിക്കിന്റെ ഹൃദയത്തിലുള്ളതെല്ലാം നാവിൽ വരാ, നാവിലുള്ളതെല്ലാം അവൻ ചെയ്യാ. അപ്പം ആ ഒരു കാര്യം അത് ശരിയായിട്ട് അവർക്ക് മാറും. അങ്ങനെ അവർക്ക് അത് എല്ലാം ശരിയായി എളുപ്പമായിട്ട് മാറും നമ്മളെ കാണിച്ചു കൊടുക്കുന്നത് വഴി. അതേപോലെ നമ്മൾ നെഗറ്റീവ് വേറൊരാളെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയാ, ബാക്ക് ബൈറ്റ് ചെയ്യാ, അയ്ബത്ത് പറയാ അല്ലെ, അതൊക്കെ നമ്മളെ മക്കളുടെ അടുത്ത് നമ്മൾ സ്ഥിരമായിട്ട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും, മക്കൾ വിചാരിക്കും ഇതാണ് ശരി, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ. നമ്മളൊക്കെ അതുപോലെ കണ്ടും കേട്ടും പഠിച്ചു വളർന്നു വന്നവരാണ്. അപ്പം ആ ഒരു കുഴപ്പം നമുക്ക് ഒക്കെ ശരിയായിട്ട് മാറും. അതാണ് ശരി, അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെ. അതാണ് മുസ്ലിഹ് എന്നല്ലെങ്കിൽ അതാണ് സ്വലഹാക്കുന്ന കാര്യം എന്ന് അവര് വിശ്വസിക്കും. അപ്പൊ അവരത് ചെയ്യും. അപ്പം ഏതൊരു രീതിയിലുള്ള തിന്മകളും അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതിനെതിരായിട്ടുള്ള ഏതൊരു രീതിയിലുള്ള തിന്മകൾ ചെയ്തു കഴിഞ്ഞാലും അത് ഫസാദാണ്. ആ ഫസാദ് ഒക്കെ കുഴപ്പങ്ങളിലേക്ക് ചെല്ലുള്ളൂ. അപ്പം എങ്ങനെയാണ് ഭൂമിയിൽ ഫസാദ് ചെയ്യുന്നത്? തിന്മ ചെയ്തുകൊണ്ട്. അപ്പൊ ലാ തുഫ്സിദു ഫിൽ അർദ് എന്നാ പറയുന്നത് അല്ലെ. ഇവിടെ ഭൂമിയിൽ കുഴപ്പം ചെയ്യല്ലേ എന്ന്. ഭൂമിയിൽ അതായത് ഫിൽ അർദ് എന്ന് പറയുമ്പോൾ ഭൂമിന്റെ ഉള്ളിൽ അല്ലെ, ഭൂമിന്റെ ഉള്ളിൽ നമുക്ക് ചെന്ന് കുഴപ്പം ചെയ്യാൻ പറ്റില്ല അല്ലെ, ചെയ്യരുത് എന്നാണോ പറയുന്നത്? അല്ല. ഇവിടെ ലാ തുഫ്സിദു ഫിൽ അർദിന് 2 രീതിയിലുള്ള മീനിങ് ആണുള്ളത്. ഒന്ന് അഹ്ലുൽ അർദ്, അതായത് ഭൂമിയിലുള്ള ആളുകളുടെ ഇടയിൽ നിങ്ങൾ
ഫസാദ് ചെയ്യല്ലേ. അതായത് ഭൂമിയിലുള്ള നമ്മളുടെ കൂടെ ജീവിക്കുന്ന അല്ലെ, നമുക്ക് ചുറ്റുപാടും ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ തിന്മകൾ ചെയ്യല്ലേ. തിന്മകൾ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയ്ക്കെതിരെ ചെയ്യുന്നതൊക്കെ തിന്മയാണ്. അപ്പം ഭൂമിയിലുള്ള ആളുകളുടെ ഇടയിൽ നിങ്ങൾ തിന്മകൾ ചെയ്യല്ലേ, കളവ് പറയല്ലേ, ചതിക്കല്ലേ, പരദൂഷണം പറയല്ലേ, അല്ലെ എന്തും. ഞാൻ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന 2-3 ഉദാഹരണങ്ങൾ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ഉദാഹരണം എടുത്ത് പറയുന്നു എന്നുള്ള. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എതിരെ എന്ത് ചെയ്യുന്നതും തിന്മയാണ്. അതൊക്കെ എന്താണ്? ഫസാദാണ്. അപ്പം ലാ തുഫ്സിദു ഫിൽ അർദ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ അർത്ഥം എന്താണ്? ആളുകളുടെ ഇടയിൽ, ഭൂമിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ ഫസാദ് ചെയ്യല്ലേ, ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കല്ലേ. കുഴപ്പമുണ്ടാവുന്നത് എങ്ങനെയാണ്? അള്ളാഹു കൽപ്പിച്ചതിനെതിരെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആ ഒരു ബിഹേവിയർ, അത് കളവ് പറയലാണെങ്കിൽ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചതിക്കൽ അല്ലെങ്കിൽ ഒരു വാക്ക് പാലിക്കാതിരിക്കലിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പം അവരും അങ്ങനെയാവും. അത് അവരിൽ നിന്ന് മറ്റുള്ളവരിലേക്കും സ്പ്രെഡ് ചെയ്തിട്ട് പോവും. അങ്ങനെ ആൾക്കാർക്ക് തമ്മിൽ വിശ്വസിക്കാൻ പറ്റാണ്ടാവും അല്ലെ. കളവ് പറഞ്ഞു അവര് പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്നാവും. അതുപോലെ പരദൂഷണം പറയുമ്പം അങ്ങനെ ഒരാൾ വേറൊരാളോട് കുറ്റം പറഞ്ഞ അയാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിച്ച് അയാളെ കുറിച്ച് മനസ്സിൽ വെറുപ്പായി അങ്ങനെ കുടുംബങ്ങൾ ശിഥിലമായി പോകും അല്ലെ. എന്തെന്നെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ പരദൂഷണത്തിലേക്ക് ഇതിലൊന്നിലും പോയിട്ടില്ലെങ്കിൽ കുടുംബങ്ങളുടെ ദൃഢത അവിടെ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഒന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനെതിരെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ചെയ്യുന്നത് ഓക്കെയാണെന്ന് നമ്മൾ ചെയ്ത് പോകുമ്പോൾ നമുക്കും അത് നിർത്താൻ പറ്റില്ല, നമ്മൾ കാണിച്ചു കൊടുക്കുന്നവർക്കും അത് നിർത്താൻ പറ്റില്ല. അങ്ങനെ കുടുംബങ്ങളുടെ ബന്ധങ്ങൾ തകർന്നു പോകും. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ എവിടുന്നാ തുടങ്ങുന്നത്? ഒരു തിന്മയിൽ നിന്ന് അല്ലെ. നമ്മൾ നിസ്സാരമാക്കി കണ്ട ഒരു തിന്മ, ഏതൊരു തിന്മയാണെങ്കിലും അതിൽ നിന്നാണ് തുടങ്ങുക. അതുപോലെ രാജ്യത്തിന്റെ ഗവൺമെന്റുകൾ അല്ലെ, ഗവൺമെന്റുകൾ എന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു തരത്തിലും ഒരു വിശ്വാസം ഇല്ലാത്തൊരു കാര്യമായിട്ട്, അവരും വാക്കുകളൊന്നും പ്രോമിസ് ചെയ്തതൊന്നും കീപ്പ് ചെയ്യുന്നില്ല, കളവേ പറയുന്നുള്ളൂ. അപ്പം അവിടെയുള്ള വിശ്വാസവും നഷ്ടപ്പെട്ടു. ആളുകൾ പരസ്പരം ഡീലിങ്ങിലുള്ള വിശ്വാസങ്ങളും നഷ്ടപ്പെട്ടു പോകും. അപ്പം ഭൂമിയിലുള്ള ആളുകളുടെ ഇടയിൽ ഉള്ള ഫസാദ് എന്നാണ് ഇതിന്റെ ഒന്നാമത്തെ അർത്ഥം. അതെങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ ഫസാദ് വരുന്നത്? നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞ എന്തൊരു കാര്യവും, അള്ളാഹു കൽപ്പിച്ച ഏതൊരു കാര്യത്തിനെയും നിസ്സാരമാക്കി കളഞ്ഞ് നമ്മൾ തിന്മ ചെയ്യുമ്പോൾ ആളുകളുടെ ഇടയിൽ ഫസാദായി. ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞു ഫസാദ് ഫിൽ അർദ് എന്ന് പറയുന്നത് മഅസിയത്താണ് അല്ലെ. മഅസിയത്ത് എന്ന് പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു തആലയോട് അനുസരണക്കേട് അല്ലെങ്കിൽ ആജ്ഞാലംഘനം നടത്തുന്നതാണ് മഅസിയത്ത്. അത് 2 രീതിയിലാണ് ഫസാദ് ഫിൽ അർദ്. ഒന്ന് ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ, രണ്ടാമത്തത് ഭൂമിയുടെ തന്നെ, അതായത് ഫിസിക്കലായിട്ട് ഭൂമിക്ക് വരുന്ന നാശനഷ്ടങ്ങൾ, നശീകരണങ്ങൾ. അതെങ്ങനെയാണ്? ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഇപ്പം ആളുകൾ കൂടുതൽ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെ, ഗ്രാജുവലി അങ്ങനെ തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ ശിക്ഷ അവരുടെ മേലിറക്കും. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ഫിർഔന്റെ ആൾക്കാരുടെ കാര്യം അറിയാം അല്ലെ. അവരുടെ പ്രവാചകനായ മൂസ അലൈഹിസ്സലാമിന്റെ അടുത്ത് സ്ഥിരമായിട്ട് എന്താണ് ചതിയാണ് അല്ലെ. അവര് പ്രോമിസ് ബ്രേക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവരായിരുന്നു. കാരണം ഫിറൗന്റെ ആൾക്കാരായിട്ടില്ല, മൂസയുടെ ബനി ഇസ്രായേൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മൂസ നീ നിന്റെ ദൈവത്തിനോട് പ്രാർത്ഥിക്കേ, എന്നിട്ട് ഞങ്ങൾ ഈ പ്രശ്നം മാറ്റിത്താ എന്ന് പറയും. അങ്ങനെ മൂസ അലൈഹിസ്ലാം ചെന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ പറയും നീ അത് മാറ്റി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയും അല്ലെ. അങ്ങനെ മൂസ അലൈഹിസ്ലാം പ്രശ്നം മാറ്റി കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും? വിശ്വസിക്കൂല. അവരെ പഴയ രീതി തന്നെ തുടരും. അപ്പം അങ്ങനെ അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പം അള്ളാഹു സുബ്ഹാനഹു തആല എന്താവും? ഒരു പരീക്ഷണത്തിന്റെ മേലെ ഒരു പരീക്ഷണമായിട്ട് അവരുടെ മേൽ ഇറക്കിക്കൊണ്ടേയിരിക്കും. ഇന്നും നമ്മളുടെ ചുറ്റും നടക്കുന്നത് അത് തന്നെയാണ് അല്ലെ. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ, ഒരുപാട് ഹിദായത്തുകൾ പല രീതിയിൽ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ എത്തിയിട്ടും നമ്മൾ ആരും തന്നെ അത് സ്വീകരിക്കാൻ തയ്യാറില്ല. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. സൂറത്ത് അറാഫില് 130-ാമത്തെ ആയത്തില് വലഖദ് അഖദ്ന ആല ഫിർഔന ബിസ്സിനീന വനഖസിം മിനസ് സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ. ഫിർഔന്റെ ആൾക്കാരെ വരൾച്ചയുടെ കൊല്ലങ്ങളും വിളകളുടെ കമ്മിയും കൊണ്ട് നാം പിടികൂടുകയുണ്ടായി, അവർ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ അല്ലെ, ഭൂമി കുലുക്കമായിട്ടും വെള്ളപ്പൊക്കമായിട്ടും ഇതുപോലെ പകർച്ചവ്യാധികളായിട്ടും ഒക്കെ നമ്മൾ കാണുമ്പം
അതായത് ഭൂമിക്ക് നാശനഷ്ടം വരുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഭൂമിനെ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന പലതും സുനാമി ആയിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ എന്തിന്റെ ഫലമാണ്? നമ്മൾ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ഫലം. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം തരാണ്, നിങ്ങൾ ഇത് കണ്ടിട്ട് പഠിക്കി, അല്ലെ, നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം തരാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ ചെയ്യേണ്ടത്? തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങിക്കൊണ്ടേയിരിക്കുക. കാരണം നമ്മളുടെ തിന്മകളുടെ ഫലമായിട്ടാണ് ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പല രീതിയിലുള്ള കുഴപ്പങ്ങളും അല്ലെങ്കിൽ ശിക്ഷകളും ഇറക്കുന്നത് മനുഷ്യന്മാർ ചെയ്യുന്ന തിന്മയുടെ ഫലമായിട്ട് അവർക്ക് ചിന്തിക്കാൻ വേണ്ടി ദൃഷ്ടാന്തങ്ങളാക്കിയിട്ട്. അതും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം കൊണ്ടാ, അള്ളാഹുവിന്റെ കാരുണ്യാണെന്ന് ഇവരിത് കണ്ട് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടെങ്കിലും മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതാണ് ഒരു തരത്തിലുള്ള അതായത് ഫസാദ് ഫിൽ അർദ് നമ്മൾ പറഞ്ഞ രണ്ട് രീതിയിലാണ്. ഒന്ന് ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ ഇടയിലുള്ള കുഴപ്പം, അഹ്ലുൽ അർദിന്റെ ഇടയിലുള്ള കുഴപ്പം. രണ്ട്, ഭൂമിയിൽ തന്നെയുള്ള കുഴപ്പം. നമ്മൾ ചെയ്യുന്ന തിന്മകൾ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ തന്നെ കുഴപ്പങ്ങൾ കൊണ്ടുവരാം. അതിന്റെ പുറമെ ഈ രണ്ടാമത്തെ കാര്യത്തിൽ ഒരു പോയിന്റും കൂടെ ഉള്ളത് എന്താന്ന് വെച്ചാൽ, നമ്മളായിട്ട് ഭൂമിക്ക് ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് അല്ലെ? നമ്മളായിട്ട് ഭൂമിക്ക് മലിനീകരണങ്ങൾ, നമ്മൾ പല രീതിയിൽ ഭൂമിനെ മലിനമാക്കുന്നുണ്ട്. അതും ഫസാദിൽ പെടും. നമ്മൾ വേസ്റ്റ് ഒക്കെ അല്ലെ നടന്നു പോകുമ്പോൾ വെറുതെ റോട്ടിലേക്ക് അങ്ങോട്ട് വലിച്ചെറിയാം. നമ്മൾ ഒരു വേസ്റ്റ് ബിന്ന് കണ്ടാലോ അത് അത്രയും ദൂരം നടന്നു പോകണ്ടേന്ന് വെച്ചിട്ട് പോകുന്ന വഴിക്ക് വലിച്ചെറിയുക. നമ്മുടെ പരിസ്ഥിതിയെ തീരെ ശ്രദ്ധിക്കാതെ അല്ലെ, മരങ്ങൾ മുറിച്ചും നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടില്ലെങ്കിലും ഉള്ളത് നശിപ്പിച്ചുകൊണ്ടും അല്ലെ, നമ്മൾ കാരണം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു. അതായത് നമുക്ക് നമ്മളുടെ ഇച്ഛകളും നമ്മളുടെ ആഗ്രഹങ്ങളും മാത്രം നടന്നാൽ മതി, ഭൂമി എന്തായാലും കുഴപ്പമില്ല, ചുറ്റുപാട് എന്ത് നടന്നാലും കുഴപ്പമില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ആര് ചെയ്യുന്നതാണ്? മുനാഫിക്കുകൾ ചെയ്യുന്നതാണ്. ഫസാദ് ഫിൽ അർദ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഭൂമിയിൽ ഡിസോർഡർ ഉണ്ടാക്കുക, കുഴപ്പം ഉണ്ടാക്കുക, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പം അവരുടെ അടുത്ത് അത് പറയുമ്പോൾ ഇങ്ങനെ ഫസാദ് ചെയ്യല്ലേ എന്ന് അവരുടെ അടുത്ത് പറയുമ്പോൾ അല്ലെ, ഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദ്, അതായത് നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ, ഫസാദ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? പറയുമ്പോൾ അവരെന്ത് പറയും? ഖാലു, അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ മുസ്ലിഹങ്ങൾ മാത്രമാണ് അല്ലെ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന, നമ്മൾ നന്നാക്കുന്ന, പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ ശരിയാക്കൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മുസ്ലിഹ് എന്നുള്ള വാക്ക്, മുസ്ലിഹൂൻ എന്ന വാക്ക് മുസ്ലിഹിന്റെ പ്ലൂറലാണ്. മുസ്ലിഹ് എന്നത് റൂട്ട് സ്വാദ് ലാമ ഹ, ഇസ്ലാഹ് എന്നുള്ള വാക്കിന് അർത്ഥം കാര്യങ്ങളൊക്കെ ശരിയാക്കുക, എന്തെങ്കിലും മോശമായി പോയാൽ അതിനെ നന്നാക്കുക എന്നുള്ള അർത്ഥമാണ് ഇസ്ലാഹ്. നമ്മൾ സ്വൽഹാക്കുക എന്ന് പറയില്ലേ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വൽഹാക്കുക എന്ന് പറയാറുണ്ട്. അതായത് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുക, ശരിയാക്കുക, നന്നാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം ഇവര് മുസ്ലിഹൂൻ ആണെന്നാ പറഞ്ഞത്, ഞങ്ങളെല്ലാം നന്നാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഫസാദ് എന്ന് പറയുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ, എന്തെങ്കിലും ഉള്ളത് നല്ലത് മോശമാക്കുക, നശിപ്പിക്കലാണ് ഫസാദ്. ഇസ്ലാഹ് എന്ന് പറയുന്നത് മോശമായതിന് നന്നാക്കലാണ്, ഫിക്സ് ചെയ്യലാണ്, കറക്റ്റ് ചെയ്യലാണ്, സോൾവ് ചെയ്യലാണ്. അപ്പം അവര് പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, അവരോട് നിങ്ങൾ കളവ് പറയല്ലേ, നിങ്ങൾ ചതിക്കല്ലേ, നിങ്ങൾ ആളുകളെ കുറിച്ച് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യല്ലേ, പരദൂഷണം പറയല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പലിശ ഉപയോഗിക്കല്ലേ, അങ്ങനെ പല കാര്യങ്ങളും പറയുമ്പോൾ അവര് എന്താ പറയാ? ഇല്ല, ഞങ്ങൾ ആക്ച്വലി ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവരാണ്, ഞങ്ങൾ ആക്ച്വലി നല്ലത് മാത്രം ചെയ്യുന്നവരാണ്. നമുക്ക് ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസ് എടുത്തു നോക്കാം. ഇതിപ്പോ നമ്മള് ഒരാളെ കുറിച്ച്, അപ്പം എന്നെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം പറഞ്ഞു എന്ന് വെക്കാം. ഓക്കെ, അപ്പം ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറയാം, നിങ്ങളെ കുറിച്ച് അവർ ഇന്നത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ആ പറഞ്ഞത് എന്താണ്? പരദൂഷണം തന്നെയാണ് അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഈ പറയുന്ന ആൾ എന്താ പറയുന്നത്? നിങ്ങൾ അത് അറിഞ്ഞിരിക്കണ്ടേ അല്ലെ, നിങ്ങളെ കുറിച്ച് അത് പറഞ്ഞു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ, അതല്ലേ ഞാൻ ചെയ്തത് അല്ലേ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ. അപ്പം അവിടെ എന്താണ്? ഞാൻ മുസ്ലിഹാണ് അല്ലെ, ഞാൻ ശരിയായ കാര്യമല്ലേ ചെയ്യുന്നത്, നിങ്ങളെ കുറിച്ച് ഇത്രയും മോശപ്പെട്ട ഒരു കാര്യം ആളുകൾ പറയുന്നുണ്ടെന്ന് നിങ്ങൾ അറിയണ്ടേ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പം എന്താണ്? ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അവരുടെ അടുത്ത് എന്താ പറയുന്നത്? ലാ തുഫ്സിദു, അതായത് ഏത് രീതിയിലും നമ്മൾ ആളുകളെ കുറിച്ച് നെഗറ്റീവ്, അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു, അത് പരദൂഷണം തന്നെയാണ്. നമ്മളുടെ ഒക്കെ ഇടയിൽ സംഭവിക്കുന്ന, അല്ലെ, എന്റെയും നിങ്ങളുടെയും ഇടയിൽ സ്ഥിരമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഈ ആയത്ത് കേട്ട് കഴിഞ്ഞപ്പം അത് മുനാഫിക്കുകളാണ് എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അല്ലെ.
അപ്പോൾ നമുക്ക് ഇപ്പം ഈ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ബാക്ക് ബൈറ്റിംഗ് പറഞ്ഞിട്ട് അനുവദനീയമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട് ഇസ്ലാമിൽ. നമുക്ക് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം വേണം. അല്ലെ, എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്, ഇന്ന ആളുകൾ ഇന്ന രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്, അതിനൊരു പരിഹാരം വേണം. അത് പരിഹാരം തരാവുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് പറയാം, വക്കീലിന്റെ അടുത്ത് പറയാം, ഡോക്ടറെ അടുത്ത് പറയാം, അല്ലെ, അല്ലെങ്കിൽ അതോറിറ്റിയിലുള്ള ഒരു പള്ളി കമ്മിറ്റിയിലുള്ള ആളുകളോ അല്ലെങ്കിൽ വലിയാപ്പയോ മൂത്താപ്പയോ അവർക്ക് നമ്മുടെ പ്രശ്നം പരിഹരിച്ച് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം. അല്ലാത്ത രീതിയിൽ നമ്മൾ പറയുന്നത് എന്തും, അല്ലെ, എന്താണ്, എനിക്ക് തൽക്കാലം നിങ്ങളോട് ഒരു പ്രശ്നം പറഞ്ഞൊരു സമാധാനം കിട്ടും എന്ന് പറയുന്നത് എന്തും എന്താണ്, നോ ആണ്. അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യരുത് തന്നെയാണ്. അതിന് എന്തൊക്കെ ഞാൻ ശരിയാക്കാൻ വേണ്ടി ചെയ്യാണെന്ന് പറയുന്ന ഒരു വിശദീകരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും. അതുപോലെ പലിശയുടെ കാര്യം, അല്ലെ, പലിശന്റെ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല, പലിശ ഹറാമാണ്. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്, അല്ലെ, ഹറമ റിബ, അള്ളാഹു റിബ പലിശനെ ഹറാമാക്കിയിട്ടുണ്ട്. പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും എഴുതുന്നതും ഒക്കെ ഹറാമാക്കിയിട്ടുണ്ട്, അല്ലെ. എന്നാൽ ചിലർ പലിശയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ചില ആൾക്കാർ, അല്ലെ, ഞാൻ 3 മാസം റെന്റ് കൊടുക്കുന്നത് വെറുതെ പോവല്ലേ, അല്ലെ, അതൊരു ലോൺ എടുത്തൊരു വീടാക്കി കഴിഞ്ഞാൽ അത് അവിടെ ഒരു അസറ്റ് ആയിട്ട് ഉണ്ടാവില്ലേ, അവരുടെ ന്യായീകരണമാണ്. അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുമ്പോൾ, അല്ലെ, പലിശയുള്ള ലോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പം അതൊരു ലോൺ ആണെങ്കിൽ അൽഹംദുലില്ലാഹ് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അപ്പം അവർക്ക് എപ്പോഴും എന്താണ്, ഒരു മുസ്ലിഹാണെന്ന് ന്യായീകരണം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു തആല നോ എന്ന് പറഞ്ഞ കാര്യം ചെയ്യുമ്പം അതിനൊരു ഒരു ഗുഡ് റീസൺ അവർ കണ്ടുപിടിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഏതൊരു കാര്യമാണെങ്കിലും ഇതുപോലത്തെ എന്തൊരു കാര്യം പറയുമ്പോഴും അവർക്ക് ഒരു ന്യായീകരണം ഉണ്ടാകും. അപ്പോ ഇവർ ഈ പറയുന്ന ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവർക്കത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് കളവ് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് രണ്ടും എന്താണ്, മുനാഫിഖിന്റെ ലക്ഷണമാണ്. ഇവര് എന്ത് തിന്മ ചെയ്യുമ്പോഴും അവരോട് ലാ തുഫ്സിദു ഫിൽ അർദ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങള് സ്വാലിഹ്യങ്ങൾ മുസ്ലിഹ്യങ്ങൾ മാത്രമാണ്, നമ്മളെല്ലാം ശരിയാക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും, അല്ലെ. അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഓക്കെയാണ്, പക്ഷെ ഞങ്ങൾ ഇത് ശരിയാക്കാൻ വേണ്ടി ചെയ്യാണ്. അപ്പൊ അവർക്ക് ഒന്നെങ്കിൽ അത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവരറിഞ്ഞുകൊണ്ട് കളവ് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മനസ്സിലാവാണ്ട് ചെയ്യുന്നവർക്ക് ഇപ്പം എന്തായാലും മനസ്സിലായിട്ടുണ്ട്, അല്ലെ. നമുക്ക് എല്ലാവർക്കും നമ്മൾ മനസ്സിലാവാണ്ട് ഇത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ മനസ്സിലാക്കി തരാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ഇത് എടുത്തേ മതിയാവും. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ കുറിച്ച് പറയാണ്, അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മുഫ്സിദൂൻ, കുഴപ്പക്കാര്, വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. നമുക്ക് വാക്കർത്ഥങ്ങൾ നോക്കാം. അല, അല എന്ന് പറയുന്നത് ഇത് ഒരൊറ്റ വാക്കാണ്, ആ പ്ലസ് ലാ ഒന്നുമല്ല. അല എന്ന് പറഞ്ഞാൽ നിസ്സംശയം, ഒരു ക്വസ്റ്റ്യനും ഇല്ല. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും ഇല്ല, ഇത് ഇങ്ങനെയാണ് എന്ന് തറപ്പിച്ച് പറയുന്നതാണ് അല. ഇന്നഹും, ഇന്ന പ്ലസ് ഹും, അല്ലെ, നിശ്ചയമായും അവർ. വീണ്ടും പറയാണ് ഹും, അവർ തന്നെയാണ്. അതായത് അള്ളാഹു 3 രീതിയിലാണ് ഇവിടെ സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. അല, അറിയുക, അതായത് ഒരു സംശയവുമില്ല, ഇതിങ്ങനെ തന്നെയാണ്. ഇന്നഹും, നിശ്ചയമായും അവർ. ഹും, അവർ തന്നെയാണ്. 3 പ്രാവശ്യമാണ് അള്ളാഹ് ഇവിടെ സ്ട്രെസ് ചെയ്തിട്ട് എന്ത് പറയുന്നത്, അൽ മുഫ്സിദൂൻ, അവരെന്താണ്, കുഴപ്പക്കാര് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചതിനെതിരെ ചെയ്തിട്ട് അതിനെ ന്യായീകരിച്ച് അത് മുസ്ലിഹിന്റെ പ്രവർത്തനമാണെന്ന് പറയുന്നവർ അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ 3 പ്രാവശ്യം സ്ട്രെസ് ചെയ്തിട്ട് അള്ളാഹു പറയാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇവിടെ മുഫ്സിദൂൻ മുസ്ലിഹൂൻ പോലെ തന്നെ പ്ലൂറൽ ആണ്, അവസാനം വാവ്നൂൻ ഉണ്ട്. വാവ്നൂൻ വരുമ്പം പ്ലൂറൽ ആണെന്ന് നമുക്ക് അറിയാം. വലാക്കിൻ, പക്ഷേ, അവര് മുഫ്സിദാണ്, പക്ഷേ ലാ യഷ്ഉറൂൻ, അവർ അറിയുന്നില്ല. ഇവിടെ ഷീൻ ഐൻ റാ ഷഊർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഷഊറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വീണ്ടും പറയാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇവിടെ യഷ്ഉറൂൻ, ആദ്യത്തിൽ യാവും അവസാനം വാവ്നൂനും ഉള്ളത് കൊണ്ട് അവർ എന്ന് ആവാണ്. അവർ അറിയുന്നില്ല. ലാ യഷ്ഉറൂൻ, അവർ അറിയുന്നില്ല. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യഷ്ഉറൂൻ. നമുക്ക് വിശദീകരണത്തിലേക്ക് പോവാം. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ അല എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു
ഒരു സംശയവുമില്ല. അതായത് ഇവിടെ ഈ ഒരു വാക്ക് വാണിംഗ് ആണ്. അതായത് ഈ കേൾക്കുന്നവർക്ക്, ശ്രോതാക്കളെ വാൺ ചെയ്യാൻ വേണ്ടി, അവരുടെ ശ്രദ്ധ പിടിച്ചു കുലുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലെ, നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഹേ ഇങ്ങോട്ട് നോക്ക് എന്ന് പറയില്ലേ, ശ്രദ്ധിക്കുന്നു പറയില്ലേ, അതുപോലെ അവരുടെ ശ്രദ്ധനെ പിടിച്ചു കുലുക്കാൻ വേണ്ടി ഒരു വാണിംഗ് പോലെ അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കാണ് അലാ. അതിൽ ഒരു സംശയമില്ല എന്ത്, അവര് മുഫ്സിദാണെന്നുള്ള കാര്യത്തിൽ. ഇനി പറയാൻ പോകുന്ന കാര്യം സത്യമാണ്, എന്ത്, അവരെ കുറിച്ച്. അപ്പം നിങ്ങളിത് ശരിക്കും ശ്രദ്ധിക്കുക എന്ന് പറയാണ്. അല എന്നുള്ള വാക്ക് ഒരു സെന്റൻസിന്റെ, ഒരു ആയത്തിന്റെ ആദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഓതന്റിസിറ്റിയാണ്. ആ പറയാൻ പോകുന്ന കാര്യത്തിൽ അത്രയും എന്താ 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെ, അത്രയും സത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മിസ്സാക്കരുതല്ലോ. അപ്പൊ നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അലാ. ഖുർആനിൽ ഒരു ഹർക്കത്ത് പോലും വെറുതെ ഇല്ല കേട്ടോ. ഒരു ഹർക്കത്ത്, ഒരു ഫത്ഹ, കസ്ര, ദമ്മ പോലും വെറുതെ ഇട്ടിട്ടില്ല ഖുർആനിൽ. അതിനൊക്കെ അതിൻ്റെതായ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ടാവും, അതിൻ്റെതായ നമ്മളെ ശ്രദ്ധ കൊണ്ടുവരേണ്ട ഒരു റീസൺ അതിന്റെ പിന്നിൽ ഉണ്ടാവും. അള്ളാഹു അതുകൊണ്ട് എന്തൊക്കെയോ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പം ഇതിന് ശേഷം പറഞ്ഞ കാര്യത്തിന് അത്രയും ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇവിടെ അല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് യാഥാർത്ഥ്യം. എന്താണ് യാഥാർത്ഥ്യം? ഇന്നഹും, നിശ്ചയമായും അവർ, ആര്, മുനാഫിക്കുകള്, അവരെന്താണ്, ഹുമുൽ മുഫ്സിദൂൻ, അവർ തന്നെയാണ് ആര്, മുഫ്സിദൂൻ, ആര്, കുഴപ്പക്കാര്, അല്ലേ, ഫസാദ് ഉണ്ടാക്കുന്നവര്. എന്താണ് ഫസാദ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫസാദ് പരത്തുന്നവര് അവര് തന്നെയാണ്. വലാക്കില്ല യഷ്ഉറൂൻ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. ഇവിടെ യഷ്ഉറൂ എന്ന് പറയുന്നത് വെറുതെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ. യഷ്ഉറൂ എന്നുള്ളത് ഷഊർ, ഷീൻ, ഐൻ, റോ, ആ 3 റൂട്ട് ലെറ്റേഴ്സിൽ നിന്ന് വന്ന വാക്കാണ്. ഷഊർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ, അല്ലെ, അതിനെ മനസ്സിലാക്കുക, വെറുതെ അറിയുക എന്നുള്ളതല്ല. ഇൻഫർമേഷന്റെ ഒരു പടി മേലെയാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ വേറൊരു വാക്കും കൂടെ ഷീൻ ഐൻ റാലിൽ വരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ. മുടി വളരെ തിന്നാണ്, അല്ലെ. മുടീന്റെ ഒരൊറ്റ സ്ട്രാൻഡ്, ഒരൊറ്റ ഇഴ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റിയില്ല എന്ന് വരും, അല്ലെ. നമ്മൾ അത്രയും, നമ്മൾ ചിലപ്പോൾ ഭക്ഷണത്തിലൊക്കെ മുടി വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിയ പോലില്ല, അത് എന്തെങ്കിലും സ്പൂണിലൊക്കെ കുടുങ്ങുമ്പോഴാണ് ആ മുടി ഉണ്ട് നമ്മൾ കാണുന്നത്. അത്രയും തിന്നാണ്, അല്ലെ. ചില സമയത്ത് നമ്മൾ കാണുക പോലുമില്ല. അപ്പം അവർക്ക് അതിനെക്കുറിച്ച് ഷൂറില്ല, അവരതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ യഷ്ഉറു എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലാകുമ്പോൾ തന്നെ നമുക്ക് സുബ്ഹാനല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, അല്ലെ. നമ്മൾ ദീനിന് വെറുതെ എന്തൊക്കെയോ സർഫസിൽ കൂടെ എന്തൊക്കെയോ വായിച്ച് പഠിച്ച് വിടലല്ല. ഷുഊർ വേണം എന്ന് അള്ളാഹു ആദ്യത്തെ ഒരു 2 പേജിനുള്ളിൽ 2 സ്ഥലങ്ങളിലാണ് യഷ്ഉറൂൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ദീനിൽ ഒന്നും വെറുതെ നമ്മൾ എന്തെങ്കിലും എന്ന് പറഞ്ഞ് വിടാനുള്ളതല്ല, മനസ്സിലാക്കാൻ തന്നെയുള്ളതാണ്. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് പറയുന്നത് മനസ്സിലാക്കാനുള്ളത് തന്നെയാണ് ഖുർആനിൽ ഓരോന്നും പറഞ്ഞിട്ടുള്ളത്, അല്ലെ. അപ്പം അവര് അത് മനസ്സിലാക്കുന്നില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യഷ്ഉറൂൻ, അവർ തന്നെയാണ് എന്ത്, എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാണ്. അല ഇന്നഹും ഹും, 3 രീതിയിൽ സ്ട്രെസ് ചെയ്തിട്ട് അള്ളാഹു പറയാണ്, ആര്, ഹുമുൽ മുഫ്സിദൂൻ, അവർ കുഴപ്പക്കാരാണ്, അവർ ഫസാദ് ചെയ്യുന്നവരാണ്. വലാകിൻ ലാ യഷ്ഉറൂൻ, പക്ഷെ അവരത് ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തുകളിൽ നിന്ന്, അല്ലേ, നമുക്ക് ഒരുപാട് ഉൾക്കൊള്ളാനുണ്ട്, പഠിക്കാനുണ്ട്, ചിന്തിക്കാനുണ്ട്. എപ്പോഴും നമ്മളിവിടെ പറയുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്, ഖുർആന്റെ തദബ്ബുർ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു ആയത്ത് എന്താന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട അർത്ഥങ്ങളും, അല്ലെ, സലഫുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള അതിന്റെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മളുടെ മേലുള്ള ഡ്യൂട്ടിയാണ് തദബ്ബുർ ചെയ്യുക എന്നുള്ളത്, അല്ലെ. ഇവിടെ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്ന തദബ്ബുർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു, എന്താ പറയുക, ഒരു ഡ്രോപ്പ് മാത്രമേ തരുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം എന്ന്. അത് നിങ്ങളൊന്ന് ആ ഒരു ആയത്തിനെ കുറിച്ച് ഇനിയും നിങ്ങളൊന്ന് പഠിച്ച് മനസ്സിലാക്കി ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും കൊണ്ടുവരാൻ പറ്റും. അപ്പൊ തദബ്ബുർ നിർബന്ധമാണ്, എല്ലാവരും ചെയ്യാം. ഞാൻ പറഞ്ഞു തന്ന ആ ഒരു പോയിന്റിൽ അവിടെ നിർത്തുക വേണ്ട, അതിനപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും. കാരണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ, മനസ്സിലാക്കണം. പഠിക്കാനുള്ളത് നമ്മൾ പഠിക്കണം, അതിന്റെ എന്താണ്, അതിന്റെ ഒരു നോളജ് വശം അല്ലെങ്കിൽ എൽമ വശം നമ്മൾ തേടണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തദബ്ബുർ ചെയ്യാന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അതെല്ലാവരും ചെയ്യാം. അപ്പം ഈ ആയത്തിൽ നിന്ന് പഠിക്കാനുള്ള 2-3 കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, നിഫാഖ് അല്ലെങ്കിൽ കപട വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്, ഫസാദാണ്, അല്ലെ.
ഫസാദ് എന്താന്ന് നമുക്കറിയാം. എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അല്ലെങ്കിൽ ചെയ്യണം എന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അത് അറിഞ്ഞുകൊണ്ട്, അല്ലെ, അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഒരു തിന്മ ചെയ്യുക, അതിനെ നിസ്സാരവൽക്കരിക്കുക, അതാണ് ഫസാദ്. അപ്പം കപട വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? ഫസാദാണ്. ഫസാദ് ഫിൽ അർദിന്റെ ഒരു ഭാഗമാണ്. കാരണം ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ, ഒരുപാട് തിന്മകൾ, കളവ് പറയലായാലും വാക്ക് പാലിക്കാതിരിക്കലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞുകൊണ്ട് അനുസരണക്കേട് കാണിക്കലാണ് എന്ത്? ഫസാദ്. അറിയാത്ത ഒരു കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചോദ്യം ചെയ്യൂല, അല്ലെ? അപ്പൊ നമുക്ക് ഒരു കാര്യം തെറ്റാന്ന് അറിയാം, അല്ലെങ്കിൽ അള്ളാഹു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം, എന്നാൽ ഞാനത് ചെയ്യൂല, അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല, അല്ലെ? അതൊക്കെ നിസാരവൽക്കരിക്കുക, അതാണ് ഫസാദ് ഫിൽ അർദ്. അപ്പൊ നിഫാഖും എന്താണ്? നിഫാഖ് എന്ന് പറയുന്നത് ഫസാദ് ഫിൽ അർദ് ആണ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കലാണ്. നമ്മളുടെ ഉള്ളിൽ ആരൊക്കെ അതുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മാറേണ്ടിയിരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിഫാഖുള്ള ആള്, അല്ലെങ്കിൽ നിഫാഖ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിറ്റി ഒരാളുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന തിന്മകളെല്ലാം നന്മകളാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അയാളെ അന്ധനാക്കും. സുബ്ഹാനല്ലാഹ്. നിഫാഖ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അല്ലെ, അതായത് നമ്മളുടെ ഉള്ളിലുള്ളത്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള വിശ്വാസം നമ്മളുടെ ഒന്നെങ്കിൽ ഉണ്ടെന്ന് ആക്ട് ചെയ്യലാണ് വിശ്വാസം, അല്ലെങ്കിൽ ഉള്ളത് എന്ത്? ഫോളോ ചെയ്യാതിരിക്കൽ, അല്ലെ? ഹൃദയം ഒന്ന് പറയാ, നാവ് വേറൊന്ന് പറയാ, അതാണ് നിഫാഖ്. അപ്പം ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ഉള്ളിൽ കപട വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന തിന്മകളൊക്കെ നന്മയാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ബ്ലൈൻഡ് ആക്കും നമ്മളെ. അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ ചെയ്യുന്നതൊക്കെ നമുക്ക് ശരിയാന്ന് തോന്നും. നമ്മൾ അള്ളാഹുവിന് അനുസരണക്കേടാണ് കാണിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ തന്നെ, അല്ലെ? നമ്മളിപ്പോ പരദൂഷണം പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു റീസൺ ഉണ്ടാവും. ഞാൻ ഇന്നതിന് വേണ്ടിയല്ലേ പറയുന്നത്, അല്ലെ? ഞാനത് ശരിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളത് അറിഞ്ഞിരിക്കേണ്ടതുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ നീ അത് കേൾക്കണം, എനിക്ക് ഒരു മനസ്സമാധാനം കിട്ടുന്ന, മനസ്സമാധാനം കിട്ടാൻ പരദൂഷണം പറഞ്ഞോളാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് തോന്നും എന്താണ്? അവർ ചെയ്യുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്, സ്വാലിഹായിട്ടുള്ള ഒരു കർമ്മമാണെന്ന് അവരതിനെ ന്യായീകരിക്കുകയും ചെയ്യും. ആ ഒരു ലെവലില് അന്ധത ബാധിച്ചിട്ടുണ്ടാവും. ഇത് ഭയങ്കര അപകടമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നല്ലതാന്ന് വിചാരിച്ചിട്ട് മോശം കാര്യം ചെയ്തു കഴിയുമ്പോൾ അവസാനം അത് നമുക്ക് തന്നെയല്ലേ അപകടം ഉണ്ടാക്കുള്ളൂ. അപ്പൊ നമ്മള് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഡെയിലി ഒരു എന്തെങ്കിലും ഒരു കെമിക്കൽ, ഓക്കെ, അത് ഭയങ്കര നല്ലതാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയന്റ് എന്തെങ്കിലും ആയിക്കോട്ടെ അത് ഇടാണ്, നമ്മളെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാന്ന് വിചാരിച്ചത്, പക്ഷെ അതൊരു പോയ്സണസ് ആയിട്ടുള്ള ഒരു വിഷമുള്ള ഒരു കാര്യമാണ് ആ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് വെക്കുക. സാവധാനം അത് നമ്മളുടെ ഉള്ളിൽ ചെന്ന് അത് നമുക്ക് ഉപദ്രവമേ വരത്തുള്ളൂ, അല്ലെ? അവസാനം അത് നമ്മളെ കൊന്നു കളയും. ആ ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. അതേപോലെ നമ്മൾ ദുനിയാവില് ഇതൊക്കെ നല്ലതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് തിന്മകൾ, ചീത്ത കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ന്യായീകരണം ഉണ്ട്, അല്ലേ? നമ്മൾ കഴിഞ്ഞ എല്ലാ ഉദാഹരണങ്ങളിലും നമുക്ക് ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് ശരി, അതങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സ്ഥാപിക്കാൻ നമ്മളെ അടുത്ത് ന്യായീകരണം ഉണ്ട്. പക്ഷെ ഈ ഭക്ഷണത്തിൽ നമ്മൾ വിഷം ഇട്ടിട്ട് നല്ലതാണെന്ന് വിചാരിച്ച് കഴിക്കുന്നത് പോലെ കഴിച്ച് ഒരു ദിവസം നമ്മൾ അവസാനിക്കും. അതേപോലെ ഈ നല്ലതാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളും കൊണ്ട് നമ്മൾ യൗമുൽ ആഖിറത്തിൽ ചെല്ലുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആ ചെയ്തതൊക്കെ നഷ്ടത്തിലേക്കായിരുന്നു, നമ്മളുടെ സമയമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തുമായിരുന്നു. അതെല്ലാം എന്തായിരുന്നു? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അനുസരണക്കേട് കാണിക്കുന്ന കർമ്മങ്ങളായിരുന്നു. എനിക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഇല്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെല്ലാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. സൂറത്ത് കഹ്ഫില് 130-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, കുൽ ഹൽ നുനബ്ബിഉകും ബി അഖ്സരീന അഅ്മാല, അല്ലേ? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പറയുന്ന നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ? സുബ്ഹാനല്ലാഹ്. അവരുടെ കർമ്മങ്ങളിലെ അവരൊരുപാട് ചെയ്തിട്ടുണ്ടാവും, എല്ലാം നല്ലതാന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷെ അവിടെ എത്തുമ്പം അവർക്ക് മനസ്സിലാവും അതെല്ലാം വേസ്റ്റ് ആയിരുന്നു, നഷ്ടപ്പെട്ടു പോയിരുന്നു. ആരാണ് അവര്? തുടർന്നുള്ള ആയതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവര് ആരാണ്? അവരുടെ സഅയ്കളെല്ലാം, അല്ലെ, അവരുടെ കഠിനാധ്വാനങ്ങളെല്ലാം ഈ ലോകത്തില് നഷ്ടപ്പെട്ടു പോയവരാണ്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം പിഴച്ചു പോയവരാണ്, അല്ലെ?
അവര് ഭൂമിയിൽ ചെയ്ത് എന്തൊക്കെയോ നല്ലതാണെന്ന് വിചാരിച്ച് ന്യായീകരിച്ച് ചെയ്തതെല്ലാം എന്താണ്, അവർക്ക് ഭൂമിയിൽ തന്നെ നഷ്ടപ്പെട്ടു പോയവരാണ്. അവരുടെ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് പരലോകത്തേക്ക് കൊണ്ടുപോകാൻ ആവാത്തവരാണ്. വഹും യഹ്സനൂന അന്നഹും യുഹ്സിനൂന സുൻആ. തങ്ങളുടെ എന്താണ് അവര് ചിന്തിക്കുന്നത് എന്താണ്, പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നല്ല പ്രവർത്തനങ്ങളാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ അവർ ചെയ്യുന്നതെല്ലാം തിന്മകളാണ്, പാപങ്ങളാണ്. അപ്പൊ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അല്ലെ, നമ്മൾ ചെയ്യുന്നതെല്ലാം നന്മയാണോ തിന്മയാണോ എന്നുള്ളത്. എന്താണ് നന്മ, എന്താണ് തിന്മ എന്നുള്ളത് അല്ലെ, അതൊരിക്കലും നമ്മളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മളുടെ ബുദ്ധിക്ക് അനുസരിച്ച് തീരുമാനിക്കേണ്ട ഒന്നല്ല. അത് നാച്ചുറലി ഇപ്പം ഈ ഒരു നമ്മളിപ്പം പറഞ്ഞല്ലോ, ഒരു പരദൂഷണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് അവർ അറിഞ്ഞിരിക്കേണ്ടതല്ലേ എന്നുള്ള ന്യായീകരണം, അത് നമ്മളുടെ ന്യായീകരണമാണ്, നമ്മളുടെ സ്റ്റാൻഡേർഡാണ് അതല്ലേ. പക്ഷെ നമ്മളെ നന്മകളും തിന്മകളും ഒന്നും അളക്കുന്നത് നമ്മളുടെ ചിന്തയോ നമ്മളുടെ സ്റ്റാൻഡേർഡോ അനുസരിച്ചിട്ടല്ല. എന്താണ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയാണ്. അള്ളാഹു എന്ത് പറയുന്നോ അതിന് കീഴൊതുങ്ങുക. അതിൽ നമ്മുടെ ലോജിക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മനസ്സിലാവാത്തത് ഒരു വശം, അത് നമുക്ക് ചോദിക്കാം റബ്ബിന്റെ അടുത്ത്, റബ്ബ് ഇതിനകത്ത് എന്താ ലോജിക്കുള്ളത്, റബ്ബ് ആ ഒരു ഇത് നമ്മളിലേക്ക് എത്തിക്കും, അതിനുള്ള ഉത്തരം എത്തിക്കും. പക്ഷേ നമ്മൾ നമ്മളുടേതായ ലോജിക് അപ്ലൈ ചെയ്തിട്ട് അല്ലെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിനെ അത് അങ്ങനെയല്ല ഇങ്ങനെ എന്ന് ന്യായീകരിക്കുമ്പോൾ നമ്മൾ ഇതിനകത്തിൽ പെടും. ആര്? അല്ലദീന ളല്ല സഅയ്ഹും ഫിൽ ഹയാത്തി ദുനിയ. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പിഴച്ചു പോയവരിൽ അല്ലെ, അവിടെ ചെല്ലുമ്പം ഒക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കുന്നവരിൽ പെടും. അപ്പൊ നമ്മൾ നന്മയും തിന്മയും തീരുമാനിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സ്റ്റാൻഡേർഡിന് അനുസരിച്ചാണ്. അള്ളാഹു എന്തെങ്കിലും ശരിയാണ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിൽ നല്ലത് തന്നെയാണ്. അള്ളാഹു എന്തെങ്കിലും ചെയ്യരുത് അല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യത്തിൽ മോശം തന്നെയാണ്. പക്ഷെ കപട വിശ്വാസികൾക്ക് അത് കാണാനുള്ള കാഴ്ച ഉണ്ടാവില്ല, അവര് അന്ധരായിട്ട് പോവും. അള്ളാഹു അവനോട് എന്ത് നന്മ കൽപ്പിച്ചത് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് കാണൂല, അവൻ അതിനകത്തൊരു പ്രയോജനവും കാണൂല, അതിനകത്തൊരു നന്മയും അവന് കാണൂല. അതേപോലെ അള്ളാഹു എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനകത്ത് അവനൊരു ദോഷം കാണൂല, അവന് അതിനകത്ത് ഗുണമേ കാണാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? വലാകിൻ ലാ യശ്ഉറൂൻ, കാരണം അവനത് മനസ്സിലാവുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത് അതേപോലെ തന്നെ ഒരു പോയിന്റ് ആണ്, അതായത് നിഫാഖുള്ളവന്റെ, അതായത് ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തവന്റെ ബുദ്ധി അല്ലെങ്കിൽ ചിന്താശേഷി ഒരു സഫിഷ്യന്റ് ആയിരിക്കില്ല, വേണ്ടത്ര ചിന്താശേഷി അവൻ ഉണ്ടായിരിക്കില്ല. അതായത് അന്ധത എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള, അതായത് അവന് ചിന്തിക്കുന്നത് ആവശ്യത്തിനല്ല, ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവ് അവന് ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന കേട്ടിട്ടും അതിനെ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എനിക്കിതാ ശരി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവന് ചിന്താശേഷി വേണ്ടത്ര ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കാൻ വേണ്ടി അവന് പറ്റൂല. സുബ്ഹാനല്ലാഹ്. അവന് നല്ലതൊക്കെ ശരിയാന്ന് ചിന്തിക്കാനുള്ള കഴിവേ ഉണ്ടാവുള്ളൂ, ശരികളൊക്കെ മോശമാണ് ചിന്തിക്കാനുള്ള കഴിവേ ഉണ്ടാവുള്ളൂ. അപ്പം ശരീനെ ശരിയായിട്ടും നന്മനെ നന്മയായിട്ടും തിന്മനെ തിന്മയായിട്ടും ചിന്തിക്കാൻ പറ്റിയ ആർക്കാണ്? ഒരു യഥാർത്ഥ വിശ്വാസിക്കാണ്, ആത്മാർത്ഥമായിട്ടുള്ള ഇഖ്ലാസ് ഉള്ള ഒരു വിശ്വാസിക്ക് മാത്രമേ അത് പറ്റുള്ളൂ. അല്ലാത്തവര് അവരെന്തിന് പേരിന് വാശി പിടിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനയെ നിസ്സാരവൽക്കരിച്ചാലും അവരിനി എന്തെന്നെ ചെയ്താലും അവർക്ക് ഭൂമിയും ഉണ്ടാവാൻ പോകുന്നില്ല, പരലോകം ഉണ്ടാവാൻ പോകുന്നില്ല, എന്നാലും അവർ അതിന്റെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹു നമ്മളെ എല്ലാരെയും അല്ലെ, നമ്മൾ അതുപോലെയുള്ള എന്താണ് അപര്യാപ്തമായ ചിന്തയിൽ പെട്ടുകൊണ്ട് പലതിന്റെ പിന്നാലെ ഓടുന്നുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തിരിച്ചറിവ് തരട്ടെ, നമ്മളെ ബുദ്ധി അള്ളാഹു എന്താണ് ഷാർപ്പാക്കി തരട്ടെ അല്ലെ. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, എന്ത്? മുഅ്മിനായിരിക്കുക, യഥാർത്ഥമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസിയായിരിക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുക, അതിനുവേണ്ടി ദുആ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ഇൽമ നേടുക, അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. മാറ്റം വരുത്തുന്നവൻ, റിസൾട്ട് തരുന്നവൻ റബ്ബാണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ് ഇവിടെ അല്ലെ, ഭൂമി സൃഷ്ടിച്ചത്, ആകാശങ്ങൾ സൃഷ്ടിച്ചതൊക്കെ റബ്ബാണ്. അതിനകത്തുള്ള എല്ലാത്തിനെ കുറിച്ചും അറിയുന്നവൻ റബ്ബാണ്. എല്ലാ ഹിക്മത്തും ഉള്ളവൻ റബ്ബാണ്. ഏറ്റവും നീതിയും ന്യായവും നടപ്പാക്കുന്നവൻ റബ്ബാണ് അല്ലെ. ചിന്തിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെ, ഇതിലൊന്നും ഒരു സംശയവും ഇല്ല. നമുക്ക് വേണ്ട ഭക്ഷണങ്ങളിലെ പല വിധേനയും അത് നമ്മളിലേക്ക് എത്തിക്കുന്നവൻ റബ്ബാണ്. അത് വെള്ളമായിട്ടും സോളിഡ് ആയിട്ടുള്ള ഫുഡായിട്ടും പച്ചക്കറികളായിട്ടും ഫ്രൂട്ട്സ് ആയിട്ടും നമ്മളെ സൃഷ്ടിച്ച് വെറുതെ വിട്ടതല്ല റബ്ബ്. നമുക്ക് വേണ്ട എല്ലാം, നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടതെല്ലാം റബ്ബ് തരുന്നുണ്ട്. ഇനി നമുക്ക് മഴ വേണോ, നമ്മൾ പോയി ഉണ്ടാക്കേണ്ട കാര്യമില്ല അല്ലെ. വാട്ടർ സൈക്കിൾ അത് അതിന്റെ പണി അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാട്ടർ വേപ്പർ വീഴുന്നു, വെള്ളം വീണിട്ട് ചെടികൾ ഉണ്ടാവുന്നു, അതിന്
അതിൽ കായ്കൾ ഉണ്ടാവുന്നു, ആ കായ്കൾ നമ്മൾ അതുപോലെ കഴിക്കുന്നു, അല്ലെങ്കിൽ ആ കായ്കൾ മൃഗങ്ങൾ കഴിച്ചിട്ട് ആ മൃഗങ്ങൾ നമുക്ക് അല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്താണ് കോഴിയോ ആടോ പോലെയുള്ള അത് നമ്മൾ കഴിക്കുന്നു അല്ലെ. ഇതൊക്കെ ആ ഒരു സൈക്കിൾ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാത്തിനും വേണ്ട ബാലൻസ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടിയിട്ട് സ്പേസ് വരെ ഒന്നും പോണ്ട, ബഹിരാകാശത്ത് പോണ്ട, നമുക്ക് ഇവിടെ കിട്ടും നമ്മളെ ഫ്രഷ് എയർ, നമ്മളെ ഭക്ഷണം ഇവിടെ കിട്ടും. എല്ലാം ഭൂമിയിൽ അള്ളാഹു സജ്ജീകരിച്ച് തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അല്ലെ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട്. അതൊരു മണ്ണരയാണെങ്കിൽ മണ്ണരന്റെ ഭക്ഷണം അവിടെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഒരു പറവ, ആകാശത്തുള്ള ഒരു പക്ഷിയാണെങ്കിൽ അതിന്റെ ഭക്ഷണം അള്ളാഹു അത് കൊടുത്തിട്ടുണ്ട്. കടലിന്റെ അടിയിലുള്ള മീനാണെങ്കിൽ അതിന്റെ റിസ്ക് അള്ളാഹു അവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടത് കിട്ടാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അവർ അതിന് വേണ്ടിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്തതൊന്നും അല്ലെ. ഒരു പക്ഷിക്ക് ഒരിക്കലും കടലിന്റെ അടിയിൽ പോയിട്ട് അതിന്റെ ഇരയെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കടലിന്റെ അടിയിലുള്ള മീനിന് പറന്നു പോയിട്ട് ഭക്ഷണം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും അവനവന്റെ കപ്പാസിറ്റിയിൽ ഇരുന്നു കൊണ്ട് റിസ്ക് കണ്ടുപിടിക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. റബ്ബിന്റെ ഹിക്മത്ത്, റബ്ബിന്റെ ഇൽമ്, റബ്ബിന്റെ കാരുണ്യം, റബ്ബിന്റെ എന്താ പറയാ ഇസ്സത്ത് അല്ലെ. ഇതെല്ലാം എന്താണ് ചിന്തിച്ചാല് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് അള്ളാഹു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു ശ്വാസം വലിക്കണമെങ്കിൽ പോലും അല്ലെ, നമ്മളിങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട്, വിടുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ടി നമ്മൾ വേറെ തന്നെ ചിന്തിച്ച് ഒരു സ്വിച്ച് ഓൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ ഓട്ടോമാറ്റിക്കലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അപ്പം ഇത്രയും ഒക്കെ നമുക്ക് വേണ്ടി സജ്ജീകരിച്ച് തന്നിട്ടുള്ള റബ്ബ് നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങള് നമുക്ക് നല്ലതല്ലാതിരിക്കുവോ? നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് നന്മയ്ക്കല്ലാതായിരിക്കുമോ? അതുകൊണ്ട് നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് നന്മയ്ക്കല്ലാതായിരിക്കുമോ? ഒരിക്കലും അല്ല അല്ലെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എന്ത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നമ്മൾക്ക് ഖൈറിനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈവൻ നമ്മൾ ചെയ്ത തിന്മയ്ക്കുള്ള നമ്മളുടെ തെറ്റിനുള്ള ഒരു ശിക്ഷയാണെങ്കിൽ പോലും അതിനകത്ത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമുണ്ട്. അപ്പം ഒരു യഥാർത്ഥ വിശ്വാസി അല്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കമാൻഡ്സ് കാണുമ്പോൾ, അള്ളാഹു ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അതിനകത്ത് നന്മ മാത്രമേ കാണുള്ളൂ. കാരണം അവനറിയാം അള്ളാഹു അൽ അലീമാണ്, അള്ളാഹു അൽ ഹക്കീമാണ് അല്ലെ. അള്ളാഹു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നതാണ്, അള്ളാഹു നീതിയുള്ളവനാണ്. പക്ഷെ ഒരു യഥാർത്ഥ വിശ്വാസി അല്ലാത്തവൻ, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരിത്തിരിയെങ്കിലും കാപ്പട്യമുള്ളവൻ എന്താണ് പറയാ, ഇല്ല കേട്ടോ, അതിപ്പോ ഹിജാബൊക്കെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ. അള്ളാഹ് പറഞ്ഞ പോലത്തെ ഹിജാബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പല പ്രശ്നങ്ങളും അവരതിനെ കണ്ടുപിടിക്കും. ഒരു പരദൂഷണം പറയുമ്പോൾ എനിക്ക് സമാധാനത്തിന് വേണ്ടി പറയല്ലേ, അതൊരു നന്മയല്ലേ അല്ലേ, എന്റെ സമാധാനത്തിന് വേണ്ടി നിനക്കത് കേട്ട് തന്ന നീ അതൊരു വലിയ നന്മയല്ലേ ചെയ്തു തരുന്നത് അല്ലേ. അപ്പം എല്ലാത്തിനും അവർക്ക് അവിടെ എന്താണ് അള്ളാഹു കൽപ്പിച്ച എല്ലാ നന്മകൾക്കും അവർക്ക് അവിടെ ഒരു തിന്മ കണ്ടെത്താനുണ്ടാവും, അല്ലെങ്കിൽ അള്ളാഹു കൽപ്പിച്ച എല്ലാ തിന്മകൾക്കും അവർക്ക് ഒരു നന്മ കണ്ടെത്താനുണ്ടാവും. നിങ്ങൾക്ക് ഹലാല് മാത്രം കഴിക്കാന്ന് വെച്ചാൽ എല്ലാ സാധനത്തിന്റെ ഇൻഗ്രീഡിയൻസ് ഇപ്പം വായിച്ചു നോക്കാം, അങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റൂല അല്ലെ. അതിനൊക്കെ ഒരു നിസ്സാരമാക്കി കാണാം. അല്ലെങ്കിൽ പലിശ പാടില്ല എന്ന് പറയുമ്പോൾ എത്രാന്ന് വെച്ചിട്ടാ വാടക കൊടുക്കുക അല്ലെ. അതിലും എളുപ്പല്ലേ ലോൺ എടുത്താൽ അതങ്ങ് അടച്ചു തീർത്താൽ പോലെ, ഇതേ പൈസ തന്നെയല്ലേ ഞാൻ കൊടുക്കുന്നത്. അപ്പം അവരുടെ അതിൽ ഒരു ലിസ്റ്റ് ഉണ്ടാവും, എന്തിന് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചതിന് എതിരെ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളുടെ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളുടെ. അങ്ങനെ അവര് എന്താണ് ആ ഒരു രീതിയിൽ അവരുടെ മനസ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ശരിയായ രീതിയിൽ ചിന്തിക്കാൻ അവർക്ക് പറ്റൂല. ട്വിസ്റ്റഡ് ആയിട്ടുള്ള തിങ്കിങ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ശരിയായത് അവർക്ക് ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ നമ്മളുടെ ചിന്തകളെ പോലും കറക്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ പെർസ്പെക്റ്റീവിനെ, നമ്മളെ ഔട്ട്ലുക്കിനെ, അതായത് നമ്മൾ എന്തൊരു കാര്യം എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ള കാര്യം പോലും നിശ്ചയിക്കുന്നത് എന്താണ്, നമ്മളുടെ ബുദ്ധിയോ നമ്മളുടെ 10th മാർക്കോ നമ്മളെ ലോകവിവരോ ഒന്നുമല്ല. എന്താണ്, നമ്മളുടെ ഈമാനാണ്. നമ്മൾ എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കീഴൊതുങ്ങുന്നു, എത്രത്തോളം നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന അനുസരിക്കാൻ തയ്യാറാവുന്നു, കൽപ്പന അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന എങ്ങനെ അനുസരിക്കാം എന്ന് മനസ്സിലാക്കി അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അത്രത്തോളമായിരിക്കും നമ്മളുടെ ചിന്താശേഷി, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ശരിയായ ചിന്തകള്. അത് നമ്മളുടെ ഐഹികമായിട്ടുള്ള കാര്യമാണെങ്കിലും പാരത്രികമായിട്ടുള്ള കാര്യമാണെങ്കിലും. പക്ഷെ ഒരു ഹിപ്പോക്രറ്റിന് അല്ലെങ്കിൽ ഒരു മുനാഫിക്കിന് ഈ ഒരു ഗുണം ഉണ്ടാവൂല. കാരണം അവരുടെ
കാഴ്ചയും ചിന്തയും ഒക്കെ കലങ്ങിയതായിരിക്കും. കാരണം അവര് ചെയ്യേണ്ട കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കീഴൊതുങ്ങുക എന്നുള്ളത് കാര്യം ചെയ്യുന്നില്ല. അവരോട് ഫസാദ് ചെയ്യില്ലേ എന്ന് പറയുമ്പോൾ അവര് പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞാന് നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാൻ മോശമായതൊക്കെ ശരിയാക്കുകയാണ് അല്ലെ. അള്ളാഹു പറയാണ് അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവര് മുഫ്സിദീങ്ങൾ തന്നെയാണ്, വലാകിൻ ലാ യശ്ഉറൂൻ, അവർക്ക് മനസ്സിലാവുന്നില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അങ്ങനെയുള്ള അന്ധത ബാധിച്ചു പോകുന്നതിൽ നിന്ന്, ചിന്തയുടെ കറക്റ്റായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കഴിവ് എടുത്തു കളയുന്ന ആൾക്കാരിൽ പെട്ടുപോകുന്നതിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസു ഖാലു അനുമിനു കമാ ആമനസ്സുഫഹാ അലാ ഇന്നഹും ഹുമുസ്സുഫഹാഉ വലാകിൻ ലാ യഅലമൂൻ. അപ്പോൾ മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് പറയുകയാണെങ്കിൽ അവർ ചോദിക്കും ഈ വിഡ്ഢികൾ പറഞ്ഞതുപോലെ ഞങ്ങളും വിശ്വസിക്കാനോ, അല്ലെങ്കിൽ ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെയോ എന്നാണ് അവർ മറുപടി പറയാ. അള്ളാഹു വീണ്ടും പറയാണ് അല്ലെ, അലാ ഇന്നഹും ഹും, അതേപോലെ അള്ളാഹു സ്ട്രെസ് ചെയ്ത് പറയാം, എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് മൂഢന്മാർ, വലാകിൻ ലാ യഅലമൂൻ, പക്ഷെ അവരത് അറിയുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ആയത്ത് വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൽഹംദുലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അല്ലെ, നമ്മളെ ബാധിച്ചിരിക്കുന്ന അന്ധതനെ, നമ്മളുടെ ചിന്തകൾക്ക് ബാധിച്ചിരിക്കുന്ന വക്രതയെ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല കറക്റ്റ് ചെയ്യാൻ സഹായിക്കട്ടെ. നമ്മൾ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ അള്ളാഹു നമ്മളോട് വളരെ കുറച്ച്, നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കി ടേബിളിന്റെ മുകളിൽ വെച്ച് വായിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചവച്ചു തന്നാൽ മാത്രം മതി, ആ ഒരു രീതിയിലേ അള്ളാഹു നമ്മളോട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുള്ളൂ. നമ്മളെ ക്ലിനിക്കിലേക്ക് എത്തിച്ചു, നമ്മളുടെ രോഗം കണ്ടുപിടിച്ചു, അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം നമ്മൾ ജനിപ്പിച്ചു, നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൽമ തന്ന് എന്ത് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞ്, എന്നിട്ട് അള്ളാഹു പറയാണ് നിങ്ങൾ അത് ശ്രമിച്ചാൽ മതി, അതിനെ സഹായിക്കേണ്ടത് ഞാനാണ്, അത് മാറ്റേണ്ടത് ഞാനാണ്, അത് സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നതും ഞാനാണ്. അപ്പൊ വളരെ കുറച്ചേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് ചെയ്യാതിരിക്കുന്നവർ നഷ്ടക്കാരിൽപ്പെട്ടവരാണ്. അവർ ഈ ഭൂമിയിൽ ഇനി എന്തുണ്ടാക്കാൻ ഓടിയിട്ടും ഒരു കാര്യവുമില്ല. നമ്മൾ മുമ്പുള്ള പല ക്ലാസ്സിലും പറഞ്ഞതുപോലെ ട്രെഡ്മില്ലിൽ ഓടി 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 ക്ഷീണിച്ച് അവിടെ തന്നെ നിൽക്കുക, അവർ മുന്നോട്ട് പോകുന്നേ ഇല്ല, അവർക്കത് മനസ്സിലാവുന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ എല്ലാവരുടെയും കണ്ണും അല്ലെ അകക്കണ്ണും തുറപ്പിക്കട്ടെ. നമുക്ക് വേണ്ട എൽമുകൾ നമ്മളിലേക്ക് എത്തിച്ചിട്ട് അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനുള്ള എളുപ്പവും തൗഫീഖും റബ്ബ് നമുക്ക് തരട്ടെ. ആമീൻ. اللهم اهدني وسددني، اللهم اهدني وسددني، اللهم اهدني وسددني. اللهم إني أعوذ بك من علم لا ينفع، ومن قلب لا يخشع، ومن نفس لا تشبع، ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أسألك الهدى والتقى والعفاف والغنى. ربنا اغفر لي ولوالدي وللمسلمين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله.